السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒന്നരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, രക്ഷിതാക്കളെ, ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് മനോഹരമായ ഈ ദർസിലെ വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരത്തിൻ്റെ ഉദ്ഘാടന വേദിയാണിത്. ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഈ ഒരു സംഗമം അവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു സംഗമം വഴി പരിശീലിക്കുന്ന സാഹിത്യവും വിജ്ഞാനവും പ്രഭാഷണവും മറ്റും അവർക്ക് ദീനീ ഖിദ്മത്തിനുള്ള ഏറ്റവും നല്ല പ്രചോദനങ്ങളും ആയുധങ്ങളുമായി അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ. സ്വാഗത പ്രഭാഷണം നടത്തിയ മുതഅല്ലിം സൂചിപ്പിച്ചതുപോലെ പ്രഭാഷണം, എഴുത്ത്, സാഹിത്യം, കവിതയൊക്കെ കേവലം ഒരു ആസ്വാദനത്തിനുള്ളതല്ല. അത് മനുഷ്യനെ സംസ്കരിക്കാനും ആദർശം പഠിപ്പിക്കാനും അതിലേറെയൊക്കെ ഈ പുതിയ കാലത്ത് തിരുത്തേണ്ടത് തിരുത്താനും ശക്തമായി അപലപിക്കാനും പ്രതിഷേധമറിയിപ്പിക്കാനൊക്കെയുള്ള മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരൊക്കെ ഇതിന് വലിയ പ്രാധാന്യം നൽകി. പഴയത്ത് മാസികകളുണ്ട് ദർസുകളിലൊക്കെ. അപ്രകാരം തന്നെ സമാജങ്ങൾ നടക്കും, കുട്ടികൾ പ്രഭാഷണം പരിശീലിക്കും. ഇതിനൊക്കെ ഒന്നാം ദർസും രണ്ടാം ദർസും ഒക്കെ പണ്ടുകാലം മുതൽ ഉസ്താദുമാർ ഓത്ത് നിർത്തിവെച്ച് അനുവദിക്കുമായിരുന്നു. എന്തിനാണത്? ഇതുവഴിയാണ് പിന്നീട് ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള വിപ്ലവകാരികൾ ജനിക്കുക. സാഹിത്യ പഠനത്തിന്റെ ഭാഗമായി നമുക്കൊന്നും അത്രമേൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പദങ്ങൾ പോലും, കവിതകൾ പോലും നമ്മുടെയൊക്കെ കിതാബുകളിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അറബി സാഹിത്യം പഠിച്ചെങ്കിലേ പരിശുദ്ധ ഖുർആൻ നേരാവണ്ണം മനസ്സിലാക്കാൻ പറ്റും. അത് കൃത്യമായി മനസ്സിലാക്കിയാലേ സമൂഹത്തിന് പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്താൻ പറ്റും. കേവലം ഖുർആൻ അനുസരിച്ചുള്ള പ്രഭാഷണങ്ങൾ പോരാ ഇനിയുള്ള കാലത്ത്. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് സമർത്ഥിക്കാൻ വേണ്ടി കുറേ ആളുകൾ വെറുതെ സമയം കളയുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതല്ലെന്നും ഹബീബായ നബി തങ്ങൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണെന്ന് പറയാൻ വേണ്ടി ഖുർആനിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് പറയാൻ, നഹവും സൊറഫും ഖുർആനിൽ തെറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ കുറേ ആളുകൾ കഠിനമായി അധ്വാനിക്കുന്നു. നമ്മുടെയൊക്കെ മലയാള നാട്ടിലേക്ക് പോലും അത്തരം ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തി സൗജന്യമായി വിതരണത്തിനെത്തുന്നു. അലിൽ ഖുർആൻ മഅ്സൂമൻ എന്ന് പറയുന്ന അൾജീരിയക്കാരനാകുന്ന ഒരു അബ്ദുൽ ഫാദി എന്ന് പറയുന്ന യുക്തിവാദിയാകുന്ന മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്. അത് 405 പേജിൽ മനോഹരമായ ചട്ട വെച്ച് നല്ല മേനിക്കടലാസിൽ അച്ചടിച്ച് ഖുർആനിൻ്റെ കവറൊക്കെ തന്നെയും അതിൻ്റെ കവറായി കൊടുത്ത് കേരളത്തിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നു. അതിൽ 10 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോ അധ്യായവും ഓരോ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു അധ്യായമാണ് ഖുർആനിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ. പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ കലാമാണത്. അറബി ഭാഷയിലെ ഗ്രാമറിന് തെളിവായി ഉദ്ധരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കും. എന്ന് മാത്രമല്ല, ഖുർആനിലെ ഷാദായ ഖിറാഅത്തുകൾ പോലും അറബി ഭാഷയ്ക്ക് തെളിവാണ്. അങ്ങനെയുള്ള ഖുർആനിൽ ഒരർത്ഥത്തിലും ഗ്രാമർ മിസ്റ്റേക്കുകളില്ല, നമുക്കറിയാം. നഹ്വിയായി സൊറഫിയായി ഖുർആനിൽ യാതൊരു തകരാറുമില്ല. പക്ഷെ എന്നാലും അവരുടെ വിജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് ഖുർആനിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ഒരു ദീർഘമായ അധ്യായം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്രകാരം വേറെയും പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ പറയുന്നതും പല ആളുകളും ഒരു ബോധമില്ലാത്ത വിധം എടുത്തുപയോഗിക്കുന്നതും കൃത്യമായി പ്രതിരോധിക്കണമെങ്കിൽ അറബി ഭാഷയിൽ നല്ല നൈപുണ്യം നേടണം. അതിന് അറബി സാഹിത്യം പഠിക്കണം. അറബി സാഹിത്യം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങളൊക്കെ നിർവഹിച്ച് അറബികളും അനറബികളും കൂടിച്ചേർന്ന് അന്യഭാഷക്കാരെല്ലാം ഇസ്ലാമിൻ്റെ ആളുകളായി മാറി. പിന്നീട് അറബി ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് ഭാഷകളുടെ സ്വാധീനമൊക്കെ വരുമ്പോൾ അതിൻ്റെയും മുന്നേയുള്ള കവിതകളാണ് അറബി ഭാഷയിൽ തെളിവായിട്ട് ഉദ്ധരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ പഠിക്കുന്ന മുഖ്തസറിലെയും നഫായിസിലെയൊന്നും കവിതകൾ
ചിലതൊന്നും അത്രമേൽ ശ്ലീലമല്ലാത്തത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള കവിതകളാണ്. അവർക്ക് ധാർമ്മികത പരിചയമില്ലായിരുന്നു. എന്നിട്ടും അതെന്തിനാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്? ഈ കവിത കൊണ്ട്, അറബി ഭാഷ കൊണ്ട് വലിയ വിപ്ലവം അവർക്ക് സാധിപ്പിക്കാനുണ്ട്. നമുക്കറിയാലോ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മഹാന്മാരാകുന്ന സഹാബിവര്യന്മാർ പറയുന്ന ചില കാര്യങ്ങൾ. റദിഫ്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലരോടൊപ്പം ഞാൻ യാത്ര പോയി. ഒരു സഹാബിവര്യം വിശദീകരിക്കാൻ, നിബിതങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഹൽ ഇൻദകും ശിഅ്റു ഉമയ്യത്ത് ബിൻ അബീ സ്വൽത്ത്, ഉമയ്യത്ത് ബിൻ അബീ സ്വൽത്തിൻ്റെ കവിതകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാതെ അറിയുമോ? ഞാൻ മുന്നോട്ട് വന്നു, എനിക്കറിയാമെന്ന് പറഞ്ഞു. നിബിതങ്ങൾ ആലപിക്കാൻ പറഞ്ഞു. ഞാനൊരു കവിത ആലപിച്ചു. നിബിതങ്ങൾ സന്തോഷത്തോടുകൂടെ ഹി ഹി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹദീസിലുള്ളതാണ്. ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സഹീഹിൽ 2255 ഹദീസായിട്ട് ഇത് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. നിബിതങ്ങൾ ഇനിയുണ്ടോ എന്ന് ചോദിക്കും. അദ്ദേഹം പിന്നെയും പാടും മറ്റൊരു കവിത. ആ മഹാനുഭാവൻ പറയുന്നുണ്ട്, ആ യാത്രയിൽ ഞാൻ 100-ലേറെ കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. 100-ലേറെ കവിതകൾ ഞാൻ നബിക്ക് ചൊല്ലിക്കൊടുത്തു. നബിതങ്ങൾ എല്ലാം ആസ്വദിച്ച് കേട്ടു. ആരാണ് ഈ ഉമയ്യത്ത് ബിൻ അബീ സ്വൽത്ത് എന്ന് കൂടെ നമ്മൾ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ കവിതകൾ റസൂൽ തങ്ങൾ ആസ്വദിച്ച് കേൾക്കുന്നത്. ആ മനുഷ്യൻ അന്ന് മുസ്ലിം അല്ലായിരുന്നു. നബിതങ്ങൾ പറയാറുണ്ട്, ഉമയ്യത്ത് ബിൻ അബീ സ്വൽത്തിൻ്റെ കവിത മുസ്ലിമാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം കാഫിറാണ്. മുസ്ലിം അല്ലാത്ത ഉമയ്യത്ത് ബിൻ അബീ സ്വൽത്തിൻ്റെ കവിത നല്ല ത്വാത്വിക കവിതകളായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആസ്വദിച്ച് കേട്ടു. ഇമാം മുസ്ലിം തങ്ങൾ റിവായത്ത് ചെയ്യാണ്. എന്തിനാണ്? അറബി സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിന് യഥാർത്ഥ അർത്ഥം പറയാൻ സാഹിത്യത്തിൻ്റെ താഴേക്കെട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കുബ്ബാറ എന്നൊരു പ്രയോഗം എഴുതി വന്നപ്പോൾ വമക്കറു മക്കറൻ കുബ്ബാറ, അന്നത്തെ സാഹിത്യ വല്ലഭന്മാരൊക്കെ അതിനെ പരിഹസിച്ചു. ഇങ്ങനെ ഒരു പ്രയോഗം അറബിയിലില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രയോഗം അറബിയിലില്ലെന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തെളിയിച്ചു കൊടുക്കണം. പക്ഷെ അന്നത്തെ സാഹിത്യകാരന്മാരെല്ലാം ഖുർആനിലുള്ള കുബ്ബാറ എന്ന പ്രയോഗം അറബി ഭാഷയിലില്ലെന്ന് പറഞ്ഞു. വളരെയേറെ സാഹിത്യം പഠിച്ച, എന്നാൽ പടുവൃദ്ധനായ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും സാധാരണഗതിയിൽ പറ്റാത്തൊരു സാഹിത്യകാരനുണ്ടായിരുന്നു അവിടെ. നബിതങ്ങൾ ഇവരൊക്കെ കൂടെ കൂട്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചു. അദ്ദേഹം വിഷമിച്ചിറങ്ങി വന്നു. ഒന്നുമില്ല എന്നും പറഞ്ഞ് നബിതങ്ങൾ തിരിച്ചുവിട്ടു. അദ്ദേഹം അക്ഷോഭനായി അകത്തേക്ക് തന്നെ പോയി. നബിതങ്ങൾ പിന്നെയും ഇദ്ദേഹത്തെ വിളിച്ചു. എന്നാൽ എന്തെങ്കിലും പറയണ്ടാവുമെന്ന് കരുതിയിട്ട് അദ്ദേഹം ചെന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ അകത്തേക്ക് പറഞ്ഞയച്ചു. മൂന്നാമതായും നബിതങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനുണ്ടാവും എന്ന് കരുതിയിട്ട് അദ്ദേഹം മടങ്ങി വന്നു. ആ സമയത്ത് നബിതങ്ങൾ ഒന്നുമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം എങ്ങനെ ആയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. ചില്ലറ ദേഷ്യമൊന്നുമല്ല, ദേഷ്യത്തിൻ്റെ ആഴത്തിലെത്തിയ മൂപ്പരാണ്. ആ സമയത്ത് ശോഭിച്ചുകൊണ്ട് നബിതങ്ങളോട് അദ്ദേഹം ചോദിച്ചു, അത്തംകുറു മക്റൻ കുബ്ബാറ. അത്രക്ക് സ്ട്രോങ് ആകുമ്പോഴാണ് ഈ കുബ്ബാറ പ്രയോഗിക്കല്ലെന്ന് നബിതങ്ങളിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നീ എന്നെ വല്ലാതെ പറ്റിക്കുകയാണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ചെറിയ പറ്റിക്കലൊന്നുമല്ല, ഗംഭീരമായ പറ്റിക്കൽ. അതിനാണ് നമ്മുടെ മക്കൾ സാഹിത്യോത്സവം നടത്തുന്നത്. അതിനാണ് നമ്മുടെ മക്കൾ ഇത്തരം വേദികൾ ചെലവ് ചെയ്ത് അധ്വാനിച്ച്, ഇതിന് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും. അവർ കഠിനാധ്വാനം ചെയ്ത് ഇത്തരം വേദികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അരവരി കവിത കൊണ്ട് വിപ്ലവം തീർക്കാൻ പറ്റുമെന്നതിൻ്റെ മലയാള ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. റഹീം പൊന്നാട് എന്ന് പറയുന്ന മാഷ്, അധ്യാപകൻ, അദ്ദേഹം പലപ്പോഴും റിസാലയിലൊക്കെ കവിത എഴുതാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷാ നിരോധനം എന്നൊരു കവിത മാത്രം നമ്മളൊന്ന് വായിച്ചു നോക്കും. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തീരെ ആലോചിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ 500ഉം 1000ഉം നിരോധിച്ച് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയ ആ സന്ദർഭത്തിൽ ഭാഷാ നിരോധനം എന്ന പേരിൽ അദ്ദേഹം ഒരു കവിത രചിച്ചു. അങ്ങനെ ഒരു നാൾ അവർ ഭാഷ നിരോധിച്ചു. ഇനി പഴയ ഭാഷ ഒന്നും പറയാൻ പറ്റില്ല. പോസ്റ്റ് ഓഫീസിൽ പോയാൽ പഴയ ഭാഷയ്ക്ക് പകരം പുതിയ ഭാഷ ലഭിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ദീർഘമായൊരു കവിത. അത് എത്രമേൽ സ്വാധീനം ചെലുത്തി. 10-14 ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു.
ഇംഗ്ലീഷിലേക്ക് ആ കവിത പരിഭാഷപ്പെടുത്തിയത് സച്ചിദാനന്ദനാണ്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള സാഹിത്യകാരൻ. ആ ഒരൊറ്റ കവിത കൊണ്ട് അയാൾ ആ നോട്ട് നിരോധനത്തിൻ്റെ കഠിനാബദ്ധങ്ങളെ സമൂഹത്തിനെന്നല്ല ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഇത് നമ്മളൊരു വലിയ പ്രഭാഷണം നടത്തിയാൽ അതുകൊണ്ട് സാധിച്ചു എന്ന് വരില്ല. കേരളം ചുവന്ന് 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 തെരുവായി എന്ന് പറയുന്ന ഒരു 2 വരി കവിതയുണ്ട് റഹീം പൊന്നാടിന്. കേരളം ചുവന്ന് 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 ചുവന്ന തെരുവായി. ഇന്നുള്ള ലിബറൽ കാലത്തുള്ള എല്ലാ വൃത്തികേടുകളെയും ആ 2 വരിയിൽ അയാൾക്ക് ഒതുക്കാൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കോഴിക്കോട് ടൗണിൽ പോയി നോക്ക്, അല്ലെങ്കിൽ മഞ്ചേരിയിലോ പെരിന്തൽമണ്ണയിലോ തിരൂരോ പോയി നോക്ക്. ചുണ്ടിന് പെയിൻ്റ് കൊടുത്ത് സൈഡിലൊക്കെ കളറും കൊടുത്ത് വേശ്യാവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് റോഡിൻ്റെ 2 സൈഡിലും. കാരണം അതിലേക്ക് ആഴത്ത് കടന്നു പോല. കേരളം ചുവന്ന് ചുവന്ന് ചുവന്ന തെരുവായി എന്നാണ് പറയുന്നത് കവിതയിൽ. ഈ 2 വരിയുള്ളൂ. പക്ഷേ ഇത് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു ഫേസ്ബുക്കിൽ നിന്നും മറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾ എന്തിനാണ് ഇത്തരം അധ്വാനങ്ങൾ നടത്തുന്നത്? അവരുടെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയാണ് അവരുടെ പഠനം. പുതിയ കാലത്ത് ആയുധങ്ങളെക്കാളും വിജ്ഞാനത്തിനും ഭാഷക്കും സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും. ദീനിനെ പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനും കഴിയും. അതിനുവേണ്ടി നമ്മൾ മക്കൾ നടത്തുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്ന് ഞാൻ ആരംഭിക്കാമെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഒരു 3-4 ടൈപ്പുള്ള ആളുകളാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായൊരു ഹദീസിൽ പറയുന്ന കുന്നാലിമൻ, ഒന്നുകിൽ പണ്ഡിതനാവണം. ഇവിടെ കുറേ പണ്ഡിതന്മാരുണ്ട്, ദർസ് നടത്തുന്നവരും അല്ലാത്തവരും. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നിങ്ങൾ മുതഅല്ലിമീങ്ങളാവണം. നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ഫെസ്റ്റിലാണ് നമ്മളുള്ളത്, മുതഅല്ലിമീങ്ങളുണ്ട് വേദിയിൽ. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരാകണം. നേരത്തെ ഉസ്താദ് പറഞ്ഞു, മുതഅല്ലിങ്ങളുടെ ഏത് ആവശ്യവും നിർവഹിച്ചു കൊടുക്കുന്ന, അവർക്ക് അന്നം നൽകുന്ന, അവരെ സ്വന്തം മക്കളെപ്പോലെ പരിഗണിക്കുന്ന. അതിൻ്റെ ഒരു പ്രയോഗം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവർക്ക് വേണ്ടുവോളവും സ്നേഹവും വാത്സല്യവും നൽകുന്ന, സ്നേഹം മാത്രമല്ല വാത്സല്യം കൂടെ നൽകുന്നു, സ്വന്തം മക്കളെപ്പോലെ കണക്കാക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും അവരവരുടേതായ മേഖലകളിൽ മുതഅല്ലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ വിധം മുതഅല്ലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3-മതായി പറഞ്ഞത് അവരെയാണ്. 4-മത്തേതായി ഔ മുസ്തമിഅൻ, അവരെ കേട്ട് പഠിക്കാൻ മനസ്സുള്ളവരാകണം. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായൊരു പ്രയോഗം അതാണ്. അൽഹംദുലില്ലാഹ്, ഈ വേദിയിലെത്തിയ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ മുതഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും വന്നവരാണ്. മുബാറക്കായൊരു വേദി. അബീബായ നബി തങ്ങൾ അവസാനമായി പറയുന്നുണ്ട്, വലാ തകുൻ ഖാമിസ, 5-മത്തെ ഒരാൾ നീ ആവരുത്. 5-മത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ പോലും ഇല്ലാത്ത വേദിയാണിത്. സമ്പൂർണമായി വിശുദ്ധം. ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, അവരെ സ്നേഹിക്കുന്നവർ, അവരിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, അവരിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇவ்விധം എല്ലാ അർത്ഥത്തിലും മുബാറക്കായ ഈ വേദിയിൽ നമ്മൾ എത്തിച്ചേർന്നത്, 1 മിനിറ്റ് ചെലവഴിക്കുന്നത് പോലും ആഖിറത്തിലേക്ക് ഏറ്റവും പ്രതിഫലാർഹമാണ്. ആ ഒരു നിയ്യത്തോടു കൂടെയാണ് നിങ്ങളിവിടെ എത്തിയതെന്ന് എനിക്കറിയാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാനും, കേൾക്കുന്ന ഉപദേശം അങ്ങനെ സ്വീകരിക്കാനും, അതുവഴി സമൂഹത്തിൽ എപ്പോഴും നന്മയും ധാർമ്മികതയും നിലനിൽക്കാനും. പൂർവികരാകുന്ന പ്രവാചകന്മാരുടെ മതങ്ങളിൽ അങ്ങനെയില്ല. അവർ പ്രചരിപ്പിച്ച ദീൻ ഇസ്ലാമാണ്. ആ കാലത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല. പ്രവാചകന്മാരായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതും നിയന്ത്രിച്ചതും. ഇന്ന ബനീ ഇസ്രായീല തസൂസുഹുമുൽ അംബിയ, അംബിയാക്കളായിരുന്നു ബനൂ ഇസ്രായേലരുടെ നേതാക്കൾ. ഇതാ ഹലക നബിയുൻ ഖലഫഹു ആഖർ, ഒരു നബി മരണപ്പെട്ടാൽ മറ്റൊരു നബി പകരം വരും. ചില ഘട്ടങ്ങളിൽ പുരോഹിതന്മാർ മാത്രമാണ് അവരുടെ വേദം കൈകാര്യം ചെയ്തത്. പൊതുസമൂഹത്തിലേക്ക് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, വേദം പഠിക്കുക എന്ന ഒരു സംഗതിയേ അവർക്കില്ലായിരുന്നു. ഇത് ഹാഫിദീങ്ങളുടെ ദർസാണ്. നമുക്കറിയാം, പഴയകാല തൗറാത്താവട്ടെ, ഇഞ്ചീലാവട്ടെ, സബൂറാവട്ടെ കാണാതെ പഠിക്കുന്ന ശൈലിയെ അവർക്കില്ലായിരുന്നു.
ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ സൂറത്തു അൽ അഅറാഫിൻ്റെ 154 വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദീർഘമായൊരു ചരിത്രത്തിൽ അത് സമർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ഉമ്മത്തിൻ്റെ വലിയ ശ്രേഷ്ഠതയാണ് അവരുടെ വേദം അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നു എന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റു മതക്കാരാവുന്ന പല സഹോദരന്മാരുണ്ട്. അവരുടെ പുസ്തകങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒന്നുപോലും സമ്പൂർണമായി കാണാതെ പഠിച്ചവർ അവരുടെ ഇടയിൽ ഇല്ലെന്നത് കേവലം അവകാശവാദമല്ല, അത് കൃത്യമായ വസ്തുതയാണ്. പഴയ നിയമം പുതിയ നിയമമൊക്കെ കാണാതെ പഠിച്ച ഒരു പോപ്പ് ഇതുവരെ കടന്നുപോയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നിലവിലുള്ള മാർപ്പാപ്പയ്ക്ക് അത് കാണാതെ അറിയുമോ? ഇല്ലേ ഇല്ല. ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും കുല്ലിയത്തു തഹ്ഫീദുൽ ബൈബിൾ അങ്ങനെ ഒരു കോളേജ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കോളേജില്ല ലോകത്ത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച 2 കോടിയിലേറെ മനുഷ്യർ ലോകത്തുനിന്ന് ജീവിക്കുന്നുണ്ട്. 2 കോടിയിലേറെ മനുഷ്യർക്ക് ഇന്ന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി വളരെയേറെ പ്രയാസം സഹിക്കുന്നവർ. ചില ആളുകളുടെ ഹിഫ്ളൊക്കെ കണ്ടാൽ കമ്പ്യൂട്ടർ മാറി നിൽക്കും. പരിശുദ്ധ ഖുർആനിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഭാഗം ഓതുക, അതിനുശേഷം 10 പേജ് മറിച്ചിട്ട് അതിൽ 1-ാമത്തെ ആയത്ത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഓതിത്തരും. അതിൻ്റെ അപ്പുറത്തുനിന്ന് 105 പേജ് മറിച്ചിട്ട് 1-ാമത്തെ ആയത്ത് ചോദിച്ചാൽ കൃത്യമായി ഓതിത്തരും. അവിടെ നിന്ന് 35 പേജ് ഇങ്ങോട്ട് മറിച്ചിട്ട് 1-ാമത്തെ പേജിൽ ആയത്ത് ചോദിച്ചാൽ അവർ ഓതിത്തരും. ഒരു വലിയ സ്ക്രീനിൽ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചതുപോലെ അവരുടെ ഹൃദയത്തിൽ വിശുദ്ധ വേദം സുരക്ഷിതമായി നിൽക്കുന്നു. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനുവേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്ന ഉസ്താദുമാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. നമ്മുടെ ദർസിലും അവരാണുള്ളത്. അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ നമുക്കുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മൾ എന്ത് വേണം? അവസാനം പറഞ്ഞൊരു പോയിന്റ് കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഔ മുസ്തമിഅൻ, കേട്ട് പഠിക്കുന്നവരാവണം. എന്നെ ശ്രവിക്കുന്ന സാധാരണക്കാരാവുന്ന രക്ഷിതാക്കളോട്, എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട്, എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, ഈ ദർസും ഇവിടെയുള്ള ഉസ്താദുമാരും എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ തന്നെ വലിയ മഹാന്മാരാവുന്ന ഉസ്താദുമാർ കഴിഞ്ഞു പോയവരാണ്, ദർസ് നടത്തിയവരാണ്, മറവിട്ട് കിടക്കുന്നവരാണ്. അവരുടെയൊക്കെ പൈതൃകം മുന്നിൽ വെച്ച് ആഖിറം വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമെന്ന് പറയുന്ന ആവശ്യം, അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. അത് മുസ്തമയെന്ന് പറഞ്ഞല്ലോ, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും കേൾക്കുന്നവരാവുകയെന്ന്. ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും കേട്ട് നമ്മുടെ ഇൽമു വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിലേ ആ റബ്ബിലേക്കുള്ള യാത്രയിൽ നമുക്ക് സന്തോഷം വരുള്ളൂ. നമ്മൾ അത്യാവശ്യം നിസ്കരിച്ചതായിട്ട് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ സഹോദരിമാർ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ സമ്പൂർണമായും മതം പറഞ്ഞതുപോലെ തന്നെ ആവാറുണ്ടോ എന്നുള്ളത്? നിരന്തരമായ നിസ്കാരത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ നമുക്ക് പള്ളിയിൽ തന്നെ കാണാൻ പറ്റും. ഫാത്തിഹ സൂറത്ത് പോലും കൃത്യമായി ഓതാൻ കഴിയാതെ അത് മൊഴിയേണ്ട സ്ഥലത്തിൽ നിന്നല്ലാതെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് അർത്ഥവ്യത്യാസം വരുത്തി ഓതുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. ഒരു പള്ളി കാണണമെങ്കിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട പത്തനംതിട്ടയുടെയോ കോട്ടയത്തെയും ഏതെങ്കിലും ഭാഗത്തല്ല നമ്മൾ താമസിക്കുന്നത്. നേരെ മറിച്ച് ഉസ്താദുമാരുടെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതരാണ് നമ്മൾ. മുതഅല്ലിമീങ്ങളുടെ ആധിക്യം കൊണ്ട് ആ വിഷയത്തിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. അവരെയൊക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിന് ഉപകാരപ്പെട്ട രീതിയിലേക്ക്, നാട്ടുകാർക്ക് ഉപകാരപ്പെട്ട രീതിയിലേക്ക് മാറ്റേണ്ടത് എന്നുകൂടെ ഈ ഒരു യോഗം തീരുമ്പോഴേക്ക് നമുക്ക് തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹയും അത്തഹയ്യാത്തും പോലെയുള്ള നിർബന്ധമായും ചൊല്ലേണ്ട കൗലിയായ റുക്നുകളെങ്കിലും നേരാവണ്ണം ചൊല്ലാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മുടെ വിജ്ഞാനം വർദ്ധിക്കേണ്ടതുണ്ട്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ 6 നമുക്കറിയാം. അത് ഈ ഹൽക്കിൻ്റെ ഭാഗത്തുനിന്ന് വരെയും വേണം. അത് തന്നെ 3 ലെയറുണ്ട്. അത്ര ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഇത് അവിടുന്ന് അല്ലാതെ മൊത്തം ചുണ്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഏതക്ഷരവും ചുണ്ടുകൊണ്ട് പറയാൻ മാത്രം എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മൾ പലരും.
ഒരക്ഷരം അതിൻ്റെതായ മഖ്റജിൽ നിന്നല്ലാതെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറും എന്നതിൽ ഒരു ഭാഷയിലും തർക്കമില്ലല്ലോ. ഒരു ഭാഷയിലും തർക്കമില്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അഴക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ്. മാറിയിട്ട് അയക് എന്ന് പറഞ്ഞാലോ നമ്മുടെ പൃഷ്ഠഭാഗമായിട്ട് അത് മാറും. നമ്മുടെ കാലുകൾ ചേർന്ന് നിൽക്കുന്ന ആ ഭാഗമായിട്ടത് തീരും. ഒരാൾ പ്രഭാഷണത്തിനിടയിൽ സംസാരത്തിനിടയിൽ മഹാനായ യൂസുഫ് നബിയുടെ അയക് കണ്ട് സദസ്സിലുള്ള സ്ത്രീകൾ കൈ മുറിച്ചു എന്നങ്ങാനും പറഞ്ഞാൽ സ്വാഭാവികമായും അത് കേൾക്കുന്ന ഒരാളെന്താ മനസ്സിലാക്കാന്നറിയാവോ? ആ ഒരു സദസ്സിലേക്ക് യൂസുഫ് നബി വന്ന് തുണി എടുക്കാതെയാണോന്നാണ്. കാരണം അയക് എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞ സൗന്ദര്യം എന്നുള്ള നിലക്ക് അഴക് എന്നാണ്. ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് പ്രൊണൗൺസിയേഷനെ പറ്റി മാത്രം പേപ്പറുകളുണ്ട്, എങ്ങനെ പറയേണ്ടതെന്ന്. ഇതേ പ്രകാരം അറബി ഭാഷയിൽ ഒരക്ഷരം മറ്റൊന്നായി മാറുമ്പോഴേക്ക് 100% വിരുദ്ധമായ അർത്ഥത്തിലേക്ക് എത്തിച്ചേരും. അത് ഏത് ഭാഷയിലും അങ്ങനെയാണ്. ഖാലിഖ് എന്ന് റബ്ബിനെ കുറിച്ച് പറയുന്നതിന് പകരം ആ പുള്ളി ഒഴിവാക്കിയിട്ട് ഹാലിഖ് എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റേ മോശപ്പെട്ടൊരർത്ഥത്തിലേക്ക്, റബ്ബിലേക്ക് ചേർക്കുമ്പോൾ മോശപ്പെട്ടൊരർത്ഥത്തിലേക്ക് ആ പദം ചെന്ന് ചേരും. അസ്തഗ്ഫിറുല്ലാ എന്ന് വാക്ക് പുള്ളിട്ടാ നമ്മൾ പറയേണ്ടത്. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ചില ഉസ്താദുമാരൊക്കെ പറയുന്നതനുസരിച്ച് മുഖത്തേക്ക് മണ്ണിടണേന്ന് അതിൻ്റെ അർത്ഥം. പടച്ച റബ്ബ് അഡ്ജസ്റ്റ് ചെയ്ത് സ്വീകരിക്കണത് കൊണ്ടാണ് നമ്മളൊന്നും മുഖത്തേക്ക് ടിപ്പർ വീഴാത്തത്. അല്ലെങ്കിൽ അത്രക്ക് മണ്ണ് വീഴാൻ മാത്രം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ എന്താണ് ഈ സ്ഥാപനം കൊണ്ട് നമ്മുടെ നാട്ടുകാർക്കുള്ള മെച്ചം? അവര് ചെലവെടുത്തതിന് കൂലിയിട്ടും സ്വർഗത്തേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അവരാ ദർസിനെയും മുതാലിമീങ്ങളെയും ഉസ്താദുമാരെയും സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ നിസ്കാരം ശരിയാവാനും ഇബാദത്ത് ശരിയാവാനും പറ്റുന്ന വിധം ഈ ദർസിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. സിമ്പിളായിട്ട് ചർച്ച ചെയ്താൽ സുബഹിന്റെ ശേഷം ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വട്ടത്തിലിരുന്ന് ഫാത്തിഹയിലെ ഒരായത്ത് ഒരു ദിവസം ശരിയാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഉസ്താദിനെ ഉപയോഗപ്പെടുത്തി വേറെ ഏതെങ്കിലും ഉസ്താദിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് നമ്മുടെ ഫാത്തിഹ കൃത്യമായിട്ട് ഓത്തിലേക്ക് എത്തും. പള്ളിയിൽ ഒരുമിച്ച് കൂടണം. നമ്മൾ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളുമായി വൈജ്ഞാനികമായി ബന്ധം ഉണ്ടാവണം. വീട്ടിൽ ചക്കുണ്ടാവുമ്പോൾ അത് പഴുത്തത് ചുള പറിച്ചിട്ട് മുതഅല്ലിമീങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ടാകും. സന്തോഷം, അല്ലാഹു കബൂലാക്കട്ടെ. അതോടൊപ്പം എങ്ങനെയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടത് എന്ന് അവരിൽ നിന്ന് പഠിക്കണം. ഞാൻ കുറേ നിർദ്ദേശം തരാൻ വന്നതൊന്നുമല്ല. കുട്ടികളുടെ സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. സാഹിത്യപരമായി സംസാരിക്കണം തന്നെ എനിക്ക് തോന്നുന്നത്. എന്നാലും ഇത്രയും സഹോദരന്മാരും ഇതിലേറെ നമ്മുടെ മദ്രസ നിറയെ സ്ത്രീകളുമുള്ള ഈ വേദിയിൽ നമ്മുടെ ദർസ് കൊണ്ട് നമ്മുടെ നാടിന് ഇவ்விധം ചില വൈജ്ഞാനിക ഉപകരണങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ജമാഅത്തിലേക്ക് വരലും ഉസ്താദുമാരെ പരിചയപ്പെടലും ഉസ്താദുമാരോടൊപ്പം ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്യലും മസ്അല ചോദിക്കലും ഒക്കെ നമ്മുടെ ഒരു സ്വഭാവമായിട്ട് വരണം. ഇപ്പോൾ പല ആളുകൾക്കും പള്ളിയിലേക്ക് വരാനൊരു താല്പര്യം അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടങ്ങിക്കൊണ്ടേയിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 2 അത്തമത്തൈൻ, ഇരുട്ടിലുള്ള 2 നിസ്കാരങ്ങൾ, ഒന്ന് ഇശാ, ഒന്ന് സുബഹി. ഈ 2 നിസ്കാരങ്ങളുടെയും ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്ന ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് പോകാൻ തോന്നൂല. അത്രമേൽ മഹത്വം അതിനുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പൂർണ്ണനായ അന്ധനാണ്, നമുക്കറിയാം. അവിടുന്ന് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നടന്നു വരുന്ന വഴി ദുർഘടമാണ്, പാമ്പുകളെ പോലെയുള്ള ജന്തുക്കൾ ഉപദ്രവിക്കാനുമുണ്ട്. ഞാനാണെങ്കിലോ ജന്മനാ അന്ധനാണ്, എനിക്ക് കണ്ണ് കാണൂല. ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് സുബഹിക്ക് വരുന്നത് ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് നബി തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഹബീബായ റസൂൽ 1-ാം ഘട്ടത്തിൽ ആന്ന് പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിച്ചു. ബിലാൽ ഇബ്നു റബാഹ് വാങ്ങ് കൊടുക്കുമ്പോൾ വീട്ടിൽ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. മഹാനുഭാവൻ പറഞ്ഞു, അതേ കേൾക്കാറുണ്ട്. എങ്കിൽ പള്ളിയിലേക്ക് വന്നേ പറ്റൂ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് പോലും ഹദീസിലുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ പൂർണ്ണമായ രീതിയിൽ നിസ്കാരം കിട്ടൂല എന്ന് അതിനർത്ഥം വെച്ച് തന്നത് കൊണ്ടാണ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കുത്തിമറിയുന്നതിന്
സ്വീകാര്യത ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണത്. നേരാമണ്ണം ഹദീസ് അർത്ഥം വെച്ചാൽ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയിലല്ലാതെ പള്ളിയുടെ അയൽവാസിക്ക് നിസ്കാരം സാധുവല്ല. പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലേ അവൻ്റെ നിസ്കാരം ശരിയാവുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ജോലി കാരണത്താൽ ളുഹറിനും അസ്റിനും ചിലപ്പോൾ എത്തിച്ചേരാൻ സാധിച്ചെന്ന് വരൂല. പലയിടങ്ങളിലായിരിക്കും ജോലി. നേരെ മറിച്ച് ഇശാഇനും മഗ്രിബിനും സുബഹിക്കുമൊക്കെ നമുക്ക് മിക്കവാറും എത്തിച്ചേരാൻ കഴിയും. അപ്പം മുത്തഅല്ലിമീങ്ങളുമായി നമുക്ക് പിന്നെയും ബന്ധമുണ്ടാവും. അവരിൽ നിന്ന് കുറേ ദീന് പഠിക്കാൻ നമുക്ക് പറ്റും. വേണമെങ്കിൽ നമുക്ക് വട്ടത്തിലിരുന്ന് ലളിതമായ ഏതെങ്കിലും കിതാബ് നമുക്ക് ഓതാൻ നമ്മുടെ ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്താം. കാരണം നമ്മുടെ ഇൽമിൽ ഇനിയും കുറേ അപ്ഡേഷൻ വരേണ്ടതുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് പല ആളുകളും നിസ്കാരത്തിൽ അനാവശ്യമായ ചലനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് അതിലൊന്നും ഒരു കണക്കൊന്നുമില്ല. സമയല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ പഴയ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ എങ്ങനെ ആടിക്കൊണ്ടിരിക്കും പലരും. ഞാൻ ഇന്നലെ ഒരു ഇശാ നിസ്കാരത്തിന് ഒരു പള്ളിയിൽ ജമാഅത്തിന് കൂടി. അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അപ്പുറത്തുള്ള ചെറുപ്പക്കാരനെ ഒന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറയണം, മഗ്രിബിക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ സാധാരണഗതിയിൽ ആ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മൂപ്പരാൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞു. എന്താ പ്രശ്നം? എന്താണ്? ഇത്രക്ക് നീണ്ട മുടിയിലാണ് ആ ചെറുപ്പക്കാരൻ മൊത്തം സുജൂദ് ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയോ ചുറ്റുപാടുള്ള കുട്ടിയായിരിക്കും. എന്നിട്ട് കൂലി കിട്ടണമെന്ന് കരുതിയിട്ടാണ് റിസ്ക് എടുത്ത് മഗ്രിബ് നിസ്കാരത്തിന് വരുന്നത് പള്ളിയിലേക്ക്. ആ മഗ്രിബ് നിസ്കാരം നിർവഹിക്കുന്നത് എങ്ങനെയാണ്? നീണ്ട മുടിയിൽ സുജൂദ് ചെയ്തിട്ട്. ആ നിസ്കാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു മുടി പോലും ഇങ്ങനെ നീണ്ടു നിന്നാൽ നമ്മുടെ സുജൂദിന്റെ ഇടയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തുലാവും. ഇതറിയണമെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് ശ്രദ്ധിക്കാതെ പറ്റൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എപ്പോഴും ഉണ്ടാകുന്ന കുറേ തെറ്റുകളുണ്ട്. ഫാത്തിഹ ഓതുന്നിടത്ത് രണ്ടക്ഷരം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. മീമും വാവും ചുണ്ടിൽ നിന്ന് വരണം. മീമും വാവും ചുണ്ടിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഇത് രണ്ടു കൂടെ അങ്ങോട്ട് മേലെ കയറിപ്പോയിട്ട് ഒന്ന് മൊഴിയാതെ വരും. അത് ഫാത്തിഹയിലാവുമ്പോൾ ഉദാഹരണത്തിന് പോലും ഓതാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനാണ്. ഇതേ പ്രശ്നം രണ്ടാമത്തെയും സലാം വിട്ടുമ്പോഴും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വറഹ്മത്തുള്ള പറഞ്ഞില്ലെങ്കിലും നിസ്കാരം ശരിയാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വറഹ്മത്തുള്ള പറയുമ്പോൾ വാവും മീമും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ പോലെ അസ്സലാമു അലൈക്കും വ എന്ന് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെയാണ് പറഞ്ഞു പോണതെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരം ശരിയാവില്ല. ഒരക്ഷരേ പോയിട്ടുള്ളൂ. നമ്മൾ നേരാവണ്ണം ഒഴിയുന്നില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറയണില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ആണെങ്കിൽ ഇവിടെ വാവേ ഉള്ളൂ, മീമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണത്? വാവും മീമും വരുന്നത് ചുണ്ടുന്നാ. അപ്പൊ ചുണ്ടുമെന്ന് വരുന്ന രണ്ടക്ഷരങ്ങൾ ഒന്നിച്ചു പറയുമ്പോൾ ഒന്നതിൻ്റെ ഉള്ളിൽ കയറിപ്പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ നിർത്തണം എന്നൊന്നുമില്ല കേട്ടോ, രണ്ടും പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വാവും മീമും പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാലോ നിസ്കാരത്തിന്റെ കഥ കഴിഞ്ഞു. അതുവരെ 4 റക്അത്ത് നിസ്കരിച്ചത് ആ ഒരു മീമ് പോകുന്നതോടുകൂടി അവസാനിച്ചു. ഇങ്ങനെ നിസ്കരിക്കുന്നത് നമുക്ക് ഏതർത്ഥത്തിലാണ് ഗുണം ചെയ്യാം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ഥാപനം നമുക്ക് അவ்விധത്തിൽ കൂടെ ഉപകാരപ്പെടണം. നിസ്കാരത്തിൻ്റെ കാര്യം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യം ഖബറിൽ നമ്മൾ 100% വിജയിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഈസി വാക്ക് ഓവർ ആകുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിലെല്ലാം അങ്ങനെ ശ്രദ്ധ വേണ്ടതുള്ളൂ. സക്കാത്ത് കൊടുക്കുമ്പോൾ ഖിബിലക്ക് മുന്നിടണമെന്നുണ്ടോ? നോമ്പ് എടുക്കുന്ന സമയത്ത് ഒളൂ വേണമെന്നുണ്ടോ? ഇല്ല. ഈ കണ്ടീഷൻ എല്ലാം പാലിക്കേണ്ടത് നിസ്കാരത്തിലാണ്. നജസ് നമ്മൾ അറിയാതെ ഡ്രസ്സിലുണ്ടായാൽ പോലും നിസ്കാരം പാത്തിലാവും. അറിയാതെ ആയാലോ? അതെ, അറിയാതെ പോലും അതുണ്ടാവാൻ പാടില്ല. അത്രക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഫാൻസ് വിട്ട് വന്ന് മൂത്രമൊഴിച്ചിട്ട്
കഴുകിയെന്ന് വരുത്തി അകത്തേക്ക് പോയി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. പലപ്പോഴും നജസോടുകൂടെയായിരിക്കും അവരുടെ നിസ്കാരം. കുറ്റപ്പെടുത്താനല്ല അത് പറയുന്നത്. കൃത്യമായ രീതിയിൽ അതിന് പറ്റുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മൂത്രം നമ്മുടെ ഡ്രസ്സിലോ ശരീരത്തിലോ ആവാത്ത വിധമാവണം നമ്മുടെ നിസ്കാരം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറിനിരികിലൂടെ നടന്നു പോകുന്നതും അവർ വലിയ അദാബിലാണെന്ന് സഹാബാ കിറാമിനെ പഠിപ്പിക്കുന്നതും നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അവർ വലിയ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണം പറയുന്നു. അവരെ വിചാരം വലിയ തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല, പക്ഷേ അലാ വഹിയ കബീർ, വലിയ തെറ്റ് അവർ ചെയ്തത്. ഒരാളായസ്തുർമിനൽ ബൗലി, മൂത്രമൊഴിച്ചാൽ നേരാമണ്ണം ശുദ്ധിയാക്കില്ലായിരുന്നു. ഒരാളുടെ പ്രശ്നം അതാണ്. മൂത്രമൊഴിച്ചാൽ നേരാമണ്ണം ശുദ്ധിയാക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഈ അദാബ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം അത് സംബന്ധമായി എന്തൊക്കെ നമ്മൾ പഠിക്കണം, കൃത്യമായി അറിഞ്ഞിരിക്കണം. ജമാഅത്തിന് വേണ്ടി സമയം കളയുന്നുണ്ട് നമ്മൾ. ഒറ്റക്ക് നിസ്കരിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് തീരും. ജമാഅത്തിന് നിന്നാലോ കുറച്ച് സമയം കൂടുതലെടുക്കും. പക്ഷേ നമുക്ക് 27 ഇരട്ടി പ്രതിഫലം കിട്ടും. ആ ജമാഅത്തിൻ്റെ പ്രതിഫലം മാറുന്ന കുറേ പ്രശ്നങ്ങൾ. ഒരു സഫ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓടിയെത്തിയപ്പോൾ അടുത്ത സഫ് നമ്മളടുത്ത് തുടങ്ങൽ നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രതിഫലത്തെ നശിപ്പിച്ചു കളയും. ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരാൾ ചെന്നാൽ എന്ത് വേണം? അദ്ദേഹം ഈ ഇമാമായി കരുതാൻ പോകുന്ന ആളുടെ വലതുവശത്ത് ഏകദേശം അയാളോട് അടുത്ത് നിന്ന് തക്ബീർ കെട്ടണം. എന്നിട്ട് അവരങ്ങനെ നിസ്കരിക്കണം. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി കിട്ടും. ഇനി ഒരാൾ വന്നാൽ എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാവുന്ന സഹോദരന്മാരെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ പള്ളിയിലൊക്കെ എന്താ കണ്ടുവരുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ പള്ളിയിലൊക്കെ എന്താണ് ഈ ഒരു അവസരത്തിൽ സംഭവിക്കാറുള്ളത്? പിന്നീട് വന്ന മൂന്നാമത്തെയാൾ ബേക്കലിങ്ങനെ നിന്നിട്ടൊന്നിങ്ങനെ ശബ്ദമൊക്കെ ഇളക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. മസലൊക്കെ അറിയുന്ന ആളാണെങ്കിൽ അയാൾ ഇറങ്ങൂല. ഇയാൾ വലതുവശത്ത് നിസ്കരിക്കുമ്പോൾ പിന്നീട് വന്ന മൂന്നാമത്തെയാൾ ഇടതുവശത്ത് അതേപോലെ തക്ബീർ കെട്ടിയിട്ട് 2 പേരും കൂടെ നിസ്കാരത്തിൻ്റെ ആവശ്യാർത്ഥം സഫാവാൻ വേണ്ടി ബാക്കിലേക്ക് നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ചങ്ങാതി വന്ന് ഒച്ച എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾ ഇറങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇറങ്ങിക്കൊടുക്കുന്ന ചങ്ങായിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല. കാരണം അവൻ ജമാഅത്തിന് വേണ്ടിയല്ല ഇറങ്ങിയത്, ഈ ചങ്ങാതി വന്ന് ഒച്ചിട്ടത് കൊണ്ടാണ് ഇറങ്ങണത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ സാധാരണഗതി സംഭവിക്കുക? ആദ്യം വന്നിങ്ങനെ എന്നൊക്കെ പറയും. ഇയാൾ ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തോണ്ടും അല്ലേ? എന്നിട്ട് ഇറങ്ങണില്ലെങ്കിൽ ഷർട്ടൊക്കെ പിടിച്ചൊന്നിങ്ങനെ വലിക്കും. എന്നിട്ട് മൂപ്പര് ഇറങ്ങണില്ലെങ്കിൽ ഒന്നെങ്കിൽ പ്രതിഷേധിച്ച് വേറെ പോയി ഒറ്റക്കണ നിസ്കരിക്കും. അതല്ലെങ്കിൽ മൂപ്പരാൾ ബാക്കിലെ സ്വഫായിട്ട് നിൽക്കണം, അവിടെ പോയി തക്ബീറൊക്കെ അങ്ങനെ കെട്ടിയിട്ട് ഇയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാൻ മോഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്ര കയ്യിലെ പണ്ടാറം നിർത്തിയിട്ട് മറ്റേ ചങ്ങായി ഇറങ്ങും. ഇതല്ല മസല. വലതുവശത്ത് ആദ്യം വന്നവൻ നിൽക്കണം, ഇടതുവശത്ത് രണ്ടാമത് വന്നവൻ തക്ബീർ കെട്ടോളം നിൽക്കണം. അത് കഴിഞ്ഞ് 2 പേരും കൂടെ ബാക്കിലേക്ക് ഇറങ്ങണം. ഇതിനപ്പുറം നമ്മൾ എന്ത് ചെയ്താലും അത് നിസ്കാരത്തിൽ ജമാഅത്തിൻ്റെ കൂലി കളയും. അപ്പം നമ്മുടെ നിസ്കാരത്തിൽ കുറേ കൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരൊക്കെ ധാരാളമായി മുടി വളർത്തും. ഈ മുടിയുടെ തുമ്പത്ത് തല തടവും. അവർ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ നിന്ന്, മുടിയുടെയോ തൊലിയുടെയോ അല്പഭാഗം തടയാൻ മതി. അത്രത്തോളം ശരിയാണ്. പക്ഷെ അത് തലയുടെ പരിധിയിലുള്ള ഭാഗത്തായിരിക്കണം. അപ്പം മുടി ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുമ്പോൾ ഇത്രക്കുള്ള മുടിയാണേലും ഇങ്ങനെ വന്നിട്ട് ഈ തലയുടെ പരിധി കഴിഞ്ഞതിൻ്റെ ഇടക്ക് തടവിയിരിക്കണം. മുടിയുടെ അല്പം തടവിയാൽ മതി, ഒത്തു കിട്ടും. തൊലിയുടെ അല്പം തടവിയാൽ മതി. നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗം എടുത്തിട്ട് ചെവിയല്ലാത്ത ആ ചെവിയുടെ അപ്പുറത്തുള്ള തൊലി ഭാഗം തടവിയാൽ മതി. പക്ഷെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മുടിയിൽ ഇങ്ങനെ നമ്മൾ തടവിയിട്ടുണ്ടെങ്കിലോ അത് തല തടവലല്ലേ, എല്ലാ നിസ്കാരം ബാത്തുലാണ്. ഒന്നും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടേ ഇല്ല. സ്വാഭാവികമായും ഒരു മുടി എങ്ങോട്ടാണോ നീളൽ, ഇപ്പൊ ഇവിടെയുള്ള മുടികളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടാ വരിക. നമ്മുടെ കുട്ടികൾ ക്രീമൊക്കെ തേച്ച് ഹീറ്റ് ചെയ്ത് കുത്തനെങ്ങനെ ഡിനോസോർ ഉണ്ടാക്കാൻ വെക്കണ നോക്കണ്ട. സാധാരണഗതിയിൽ ആ മുടി ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെയുള്ള മുടി ഇങ്ങോട്ട് വരും, ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. അപ്പൊ സ്വാഭാവികമായും നൈസർഗികമായും ഈ മുടി എങ്ങോട്ടാണോ തൂങ്ങി നിൽക്കുന്നത് ആ പരിധിയിൽ എവിടെയെങ്കിലും ഒന്ന് മുടിമ തടവണം.
ഇങ്ങോട്ടുള്ള മുടി ഇങ്ങോട്ട് പിടിച്ചാൽ ചിലപ്പോൾ കുറേയും കൂടി നീളം വരും തല പോണെങ്കിൽ, അവിടെ തടയാൻ പറ്റില്ല. ഇത്ര സങ്കീർണമൊന്നുമല്ല. തലയുടെ ഭാഗത്തുള്ള മുടിയിലോ തൊലിയിലോ തടവിയിരിക്കണം. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മുടിയിൽ ഇങ്ങനെ തടവിയാലോ, തൂങ്ങി നിൽക്കുന്ന മുടിയിൽ തടവിയാലോ അവരുടെ ഒളു ശരിയായിട്ടില്ല. സ്വാഭാവികമായും നിസ്കരിച്ചതിന് പ്രതിഫലമല്ല കിട്ടുക, ഒളു ഇല്ലാതെ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്നതിന് ശിക്ഷ കിട്ടിപ്പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പള്ളിയെ നമ്മൾ സജീവാക്കണം. ജമാഅത്ത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഉഷാറാക്കണം. ഇവിടുത്തെ ജമാഅത്തിന്റെ അവസ്ഥ എനിക്കറിയില്ല. സ്വാഭാവികമായും എല്ലായിടത്തും മനുഷ്യനെ വിവിധങ്ങളായ ലിബറൽ ചിന്തകളൊക്കെ ബാധിച്ചത് കൊണ്ട് ഇത്തരം സംരംഭങ്ങളിലേക്ക് വരുന്ന ശൈലി കുറഞ്ഞു വരുന്നു. വൈകിട്ടാകുമ്പോൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തു വിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് കുടുംബസമേതം പുറത്തു പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, പുറത്തു പോകാൻ പറ്റുമോ? അതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യണത്. അതൊക്കെ ദീനീപരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ അതിൻ്റെ മസല പറയുന്നില്ല തൽക്കാലം. പക്ഷേ എല്ലാം കഴിഞ്ഞൊരു 10-10:30 വീട് അണയുമ്പോഴേക്ക് പിന്നെ നിസ്കാരം ഒരു ഒപ്പിക്കൽ പരിപാടിയായിരിക്കും മിക്കപ്പോഴും. നിസ്കരിക്കാതെ തന്നെ ഉറങ്ങി എന്ന് വരും. ചിലപ്പോൾ നിസ്കാരമൊക്കെ വാജിബുള്ള നമ്മുടെ കുട്ടികളൊക്കെ വണ്ടിയിൽ ഇവിടെ എത്തുമ്പോഴേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പിന്നെ നിസ്കരിക്കൊന്നുമല്ല, അങ്ങനെ കയറിയിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ, ഏറ്റവും നല്ല സമയം ഇശാ മഗ്‌രിബിയുടെ ഇടയിലുള്ള പ്രത്യേകമായ ആ സമയം നമ്മൾ അങ്ങാടിയിൽ തിരിഞ്ഞു തീരും എന്നതാണ് അതിൻ്റെയൊക്കെ ഒരു ഫലം. നമ്മുടെ അങ്ങാടി തിരിച്ചിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിനെ ഞാൻ നോക്കണ്ട എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെയും തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കൽപ്പിക്കൽ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ നബിമാരാണ് അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തത്, തിന്മ വിരോധിച്ചത്. ഈ ഉമ്മത്തിൽ ഇനി പ്രവാചകർ വരാനില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം വരെയുള്ള ഉമ്മത്തിങ്ങൾക്ക്, മനുഷ്യർക്ക് പ്രവാചകരാണ്. ഖിയാമത്ത് എന്ന് സംഭവിച്ചാലും അതുവരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗരേഖയാണ് ഖുർആൻ, ഹദീസ്, നമ്മുടെ ഫത്വുൽ മുഈൻ, നമ്മുടെ ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി. വേറൊരു ഖുർആൻ ഇനി വരാനില്ല. ഇനി നബിമാരില്ലാത്ത സ്ഥിതിക്ക് ഈ സമൂഹത്തിന് പരിശുദ്ധ ദീൻ എത്തിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ ഓരോ മനുഷ്യരെയും അള്ളാഹു നന്മ കൽപ്പിക്കാൻ ഏൽപ്പിക്കുന്നത്, തിന്മ വിരോധിക്കാൻ ഏൽപ്പിക്കുന്നത്. മഹാനായ ഇമാമുനാ നബി റളിയല്ലാഹു അൻഹു ശറഹു മുസ്ലിമിൽ ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന അധ്യായത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അത് സംബന്ധിയായി ചർച്ച നടത്തുന്ന അധ്യായം, അതിൻ്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്, ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എടുത്തു പോകുന്നതോടുകൂടെ ഈ മതത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. വീടകത്ത് പോലും നന്മ കൽപ്പിക്കാൻ ഹാജിയർക്ക് തന്നെ ധൈര്യമില്ലാത്തൊരു കാലം. ഒരു 17-18 വയസ്സായ കുട്ടിനെ വിളിച്ചിട്ട് ഇന്നത് ചെയ്യുമെന്ന് പറയാൻ ഉമ്മാക്കോ വാപ്പാക്കോ ധൈര്യമില്ലാത്തൊരു കാലം. കുറേ ആളുകൾക്ക് ധൈര്യമില്ല, കാരണം മകൻ എന്തെങ്കിലും ചെയ്താളെന്നുള്ള പേടി. വേറെ കുറേ ആളുകൾക്ക് അവനെ നമ്മൾ 5 വരെ മദ്രസ പഠിപ്പിച്ചു, അല്ലെങ്കിൽ 7 വരെ മദ്രസ പഠിപ്പിച്ചു, ഇനിയിപ്പോൾ എന്താ അവൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന, അവനായി അവൻ്റെ പാടായി എന്നുള്ള അലസ മനോഭാവം. വേറെ കുറേ ആളുകൾക്ക് മോനോടൊന്നും പറഞ്ഞു കൊടുക്കാൻ മാത്രം അന്തമല്ല, വിവരമൊന്നുമില്ല. ആകയാൽ ഈ സമൂഹത്തിലെ യുവതലമുറയ്ക്ക് ദീന് വേണ്ട വിധം പറഞ്ഞു കൊടുക്കാൻ സാഹചര്യമില്ലാത്തൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ പോലും, ദീനി പ്രബോധന പ്രചാരണ രംഗത്ത് വലിയ സംവിധാനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സദസ്സിനെ നമ്മൾ പരിഗണിച്ചു നോക്കുക. ഈ ഒരു സദസ്സിനെ നമ്മളൊന്ന് ഗൗരവത്തിലെടുക്കുക. ഏതാനും ചില ചെറുപ്പക്കാരൊഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കാരണവന്മാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് എത്രമേൽ സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഈ സദസ്സിലുള്ള ആളുകളെ നമ്മളൊന്ന് കൃത്യമായി പരിശോധിക്കുക. ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ളവരായിരിക്കും ഒരു 99% ഞാൻ വിചാരിക്കുന്നു. മുത്തലിങ്ങൾ ഒഴിവാക്കിയിട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെവിടെയാണ്? നമ്മുടെയൊക്കെ വീട്ടിലുള്ള മക്കളും പേരക്കുട്ടികളും എവിടെയാണ്?
നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും മക്കൾ കാണും, പേരക്കുട്ടികൾ കാണും. അവരൊക്കെ ഏത് ലോകത്താണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈയിടെ ഒരു സ്ഥലത്തൊക്കെ പ്രസംഗത്തിന് പോയി. അവരെന്നോട് പറഞ്ഞിരുന്നത് 100-100 ചില്ലാനം ചെറുപ്പക്കാരായിരിക്കും സദസ്സിലുണ്ടാവുക, അതുകൊണ്ട് ചെറുപ്പക്കാരൊന്ന് ശരിയാക്കണം, അതിനു വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവരുന്നതെന്നൊക്കെ ആയിരുന്നു. കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മുദരിസ് ഉസ്താദ് എന്നോട് പറയാണ്, ഉസ്താദെ ഇന്നലെ ഞങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയസ്സന്മാർക്കും ഒക്കെ സമ്മതം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ചെറുപ്പക്കാരോടുള്ള മാത്രമുള്ള വയത് മാറ്റിയിട്ടൊന്ന് എന്താക്കണം, ഒരു മഹ്ലൂത്തിയാക്കണം എന്നാണ് മൂപ്പര് പറയണത്. ഞാൻ ചോദിച്ചു എന്തേ പറ്റി? എല്ലാവരെയും വീട്ടിൽ പോയി കണ്ടു, എല്ലാവർക്കും കത്ത് കൊടുത്തു, എല്ലാവരെ കൊണ്ടും ഒപ്പിട്ട് വാങ്ങി 100 ചില്ലാനം ചെറുപ്പക്കാർ അവർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങളറിയാതെ ഇന്നിവിടെ ഒരു പന്തലുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയിക്കണമെന്ന്. എല്ലാവരും അങ്ങോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഉപരി പറഞ്ഞ ഒരു 10 രൂപയൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് നമ്മളോട് ബന്ധപ്പെട്ടുള്ള ആളുകൾ. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിയിട്ടുള്ള പ്രസംഗമാണ്, പുറം ചെറുപ്പക്കാരതാക്കരുത്, കാരണം ചെറുപ്പക്കാരൊക്കെ പന്തളിയിലാണ്. അവർക്കുള്ള വയത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം എന്നുള്ളിടത്തുള്ള ഉസ്താദിൻ്റെ ഒരു നിർദ്ദേശം. ഉപരിക്ക് ആകെ വിഷമമൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. ഇപ്പം മലപ്പുറത്തുകാർ മൊത്തം ചെന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് വെച്ചൊരു ഒരു കളി നടന്നപ്പോൾ അവിടെയുള്ളൊരു എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ വിട്ടു തന്നു. മലപ്പുറത്തുള്ള ചങ്ങാതിമാർ മൊത്തം പോയിട്ട് ഈ എന്തോ ഒരു വയലറ്റ് കളറിലുള്ള ടീഷർട്ട് ഇട്ട് ഈ ഗാലറിയിൽ നിന്നിങ്ങനെ തുള്ളാണ്. എന്ത് തുള്ളൽ! ചെറിയ മക്കളെ കൊണ്ടുപോയിരിക്കണം, എന്നിട്ട് അവരെ തോളിൽ വെച്ചിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പെരും മഴ ചെയ്തു. ആ മഴയൊന്നൊരു വിഷയമല്ല, ഒരു തുള്ളന്നെ. എന്നിട്ട് ഈ എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? എറണാകുളം മലപ്പുറമുള്ള കളിയാണ് ഇവിടെ നടന്നത്, ഞങ്ങളെ നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഗാലറിയിൽ ഫുള്ള് മലപ്പുറത്തുകാരായിരുന്നു. അവരെ ഫുട്ബോൾ ടീം 4 ഗോൾ അടിച്ചോല്ലോ. അപ്പോൾ ഒരു റായത്താവും ചെയ്തു. മഴ ഉണ്ടതും കൂക്കിയതും വിളിച്ചതും പൈസ ചെലവാക്കി അങ്ങോട്ട് പോയതും. പ്രശ്നം അതല്ലല്ലോ. ഈ പരിപാടി തുടങ്ങുന്നത് 6 മണിക്കെങ്ങാണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നെ അവസാനിച്ച് കഴിഞ്ഞ് അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോഴത്തേന് 8-9 മണിയാവും. ആ വേദിയിലുള്ള ഒരൊറ്റയാളുള്ള മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല. ഇത് നമ്മളെന്താ ചെയ്യുക? പ്രസംഗത്തിന് വരണ്ട, പന്തളി ഉണ്ട് എന്നും പറഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കാതെ മുഴുവൻ ആളുകളും നിസ്കാരം കളാക്കണേന് എന്താണ് പറയാ? അത് ഇവിടെ മാത്രമൊന്നുമല്ല, കൊച്ചിക്ക് പോയിട്ട് മാത്രമൊന്നുമല്ല. നമ്മുടെ മലപ്പുറം ടൗണിലെ കോട്ടപ്പടി മൈതാനത്തിൽ ഇതേപോലൊരു കളി നടന്നപ്പോൾ അന്ന് മഗ്‌രിബ് വാങ്ങിക്കൊടുക്കുന്നത് 6:30 മണിക്കാണ്. ആ പരിപാടി തുടങ്ങിയത് 6-നായിരുന്നു. എന്നിട്ട് സാധാരണയുള്ള ടൈം കഴിഞ്ഞിട്ട് ആരും ജയിച്ചില്ലല്ലോ. എന്നിട്ട് പിന്നെ 30 മിനിറ്റ് ഏറെ കൊടുത്തു, അതിലും ആരും ജയിച്ചില്ല. പിന്നെ വേറെന്തൊക്കെ കാണിച്ചാണ് മലപ്പുറത്തേക്ക് കപ്പ് കിട്ടിയത്. അൽഹംദുലില്ലാഹ് ഖൈർ കിട്ടിയല്ലോ അല്ലേ? കിട്ടിയല്ലോ. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞവരൊക്കെ പാടെ പിരിഞ്ഞു പോയപ്പോഴേക്കും 9 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഇതിന് പറയേണ്ടത്? 20,000 ആളാണത്ര ആ സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ഇരുന്നാൽ ഉൾക്കൊള്ളാൻ പറ്റുക. പക്ഷെ അന്ന് 25,000 ആളുകൾ വന്നു എന്നാണ് സംഘാടകരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. എന്നിട്ട് അവർ ഈ കളിക്കാരെ ഓടാട്ട ലൈനിൻ്റെ അതുവരെ ആളുകൾ കാണാനിരുന്നു. എന്ത് ഖിലാസല്ലേ! ഒരു 25,000 ആളുകളിൽ ന്യായമായും നമുക്ക് സംശയിക്കാം 22,000-ലേറെ ആളുകളെങ്കിലും മുസ്ലിങ്ങളാണ് മലപ്പുറം ടൗണിൽ നടക്കുന്ന പരിപാടിയിൽ. ആ ഒരൊറ്റയാള് പോലും അന്നത്തെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെന്ന് വരുമ്പോ അദാബ് SIR-ന്റെ പേരിൽ വന്നില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. എത്ര പള്ളിൻ്റെ അവിടെ? കോട്ടയത്താണോ ഇത്? പത്തനംതിട്ടയിലാണോ? തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള പള്ളിയുണ്ട്. കുറച്ചിപ്പുറത്ത് പോയാൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഖലീൽ തങ്ങൾ പാപ്പുണ്ടാക്കിയ 3-4 നിലയുള്ള പെരും പള്ളിയുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കോട്ടപ്പടി തിരുറോട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ വലിയ 2 പള്ളിയുണ്ട്. 2 മഴത്തിൻ്റെ കീഴിലുള്ള 2 പള്ളികൾ, ദർസൊക്കെ ഉള്ള നല്ല മനോഹരമായ പള്ളികൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാൽ പള്ളികൾ, ചെറിയ ചെറിയ പള്ളികൾ വേറെ. ഇത്രക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് 22,000-ലധികം മുഅ്മിനീങ്ങൾ നിസ്കാരം ഖളാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് എത്രമേൽ ദീനിനോട് വിപ്രതിപത്തി കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവരൊരു തിരുത്തു കൊടുക്കാൻ ആചാര്യക്ക് പറ്റണില്ലെങ്കിൽ വാപ്പാന്ന് പറഞ്ഞ് മൂപ്പരും നടക്കണേന് പിന്നെ എന്താ അർത്ഥമായിരിക്കും? ആളെല്ലാ വക്തിനും പള്ളിക്കെത്തും,
പക്ഷെ മക്കൾ പള്ളിയിൽ നടക്കുന്ന ഒരു പരിപാടിയിലും വരൂല. അതൊക്കെ പുതിയ കാലല്ലേ എന്ന് പറഞ്ഞ് സഹകരിച്ചു കൊടുക്കില്ല. നമ്മൾ ഇൽമിൻ്റെ കുറവുകൊണ്ടാണ്, ആഖിറത്തിനെ കുറിച്ചുള്ള ബോധത്തിൻ്റെ കുറവുകൊണ്ടാണ്. കല്യാണ ആഘോഷങ്ങളൊക്കെ എടുത്തു നോക്കൂ. 5 വക്ത് നിസ്കരിക്കണ പെൺകുട്ടിനെ പോലും വീട്ടുകാരെല്ലാവരും സമ്മതിച്ച് അറിഞ്ഞുകൊണ്ട്, വീട്ടുകാരെല്ലാവരും അറിഞ്ഞ് സമ്മതിച്ചുകൊണ്ട് ആ കല്യാണത്തിൻ്റെ ദിവസത്തിൽ അവളുടെ നിസ്കാരം മൊത്തം ഖളാക്കിക്കും. എന്താ കാര്യം? മാറ്റിക്കൊടുക്കാനാന്നും പറഞ്ഞ അതിരാവിലെ 4-5 എണ്ണം വന്നിട്ടുണ്ട്, പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യന്മാർ. ആ പെൺകുട്ടി ഏത് കോലായിരുന്നു അതല്ലാത്ത മറ്റൊരു കോലാക്കി അവർ നിർത്തിക്കാണ്. പൊട്ടിയിട്ട് സ്പ്രേ അടിച്ച് ഇളകി പോവാതിരിക്കാൻ പരമാവധി ലോഷനൊക്കെ തേച്ച്, അങ്ങനെയൊക്കെ ആണെങ്കിലും വെള്ളം തൊട്ടാൽ ആ ഭാഗങ്ങൾ പോരും. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ ആ കുട്ടിയെ 5 വക്ത് നിസ്കാരവും നിർബന്ധമായും ഒഴിവാക്കാൻ ഉമ്മയും വാപ്പയും ബാക്കിയുള്ളവരും സമ്മർദ്ദം ചെലുത്തുന്നു. എന്ത് ബർക്കത്തുണ്ടാവുക? കേരളത്തിൽ 14 ജില്ലാ കോടതികൾക്ക് 10 വർഷത്തോളം കൈകാര്യം ചെയ്താലും തീരാത്തയത്ര ഡൈവോഴ്സ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, വിവാഹമോചനത്തിന്റെ അപേക്ഷകൾ. 14 കുടുംബ കോടതികൾക്ക് ഇപ്പം അടുത്തൊന്നും തീർത്താ തീരൂല. അത് അത്രക്ക് ഫയൽ അവിടെ കെട്ടിക്കിടക്കാണ്. അജയരോട് ചോദിക്കും എവിടെ മോള്, ഈ ബന്ധുക്കളൊക്കെ വന്നാൽ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയും, ഒരു ചെറിയ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ. എന്താ ഫോട്ടോ എടുക്കൽ? ആ പെണ്ണിനോടൊപ്പം SSLC പഠിച്ചോല് മൊത്തം വന്നിരിക്കണം, ആണും പെണ്ണും. എന്നിട്ട് ചേർന്നിരുന്ന് തോള് കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണഞ്ഞുകൂട്ടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോളൊപ്പം പഠിക്കണവര്, KG ഗ്രൂപ്പ്, പിന്നെ കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞാൽ വിശാലാണ്. മൂത്താപ്പാന്റെ മക്കളൊക്കെ സഹോദരന്മാരാണ്. തൊടാൻ പാടില്ലാത്തവരും കാണാൻ പാടില്ലാത്തവരൊക്കെ കുടുംബത്തിന്റെ പേരിൽ, കുടുംബം എന്ന പേരിൽ അന്ന് ഹറാമിന്റെ ഒരു 100,000 പരിപാടികൾ ഒന്നിച്ച് നടത്തുന്നു. ഈ ഹറാമിൽ നിന്നാണ് പുതിയൊരു ദാമ്പത്യം ജനിക്കുന്നത്. ഈ ഹറാമെല്ലാം കൂടെ ചെയ്തിട്ടാണ് ആ പെണ്ണ് പുതുമണവാട്ടിയായിട്ട് വരന്റെ കൂടെ പോകുന്നത്. പിന്നെ ഡൈവേഴ്സ് അപേക്ഷകൾ കെട്ടിക്കിടക്കൂലേ? ഓരോന്നും അങ്ങനെ നമ്മൾ നോക്കുക. എവിടെ ഈ കാരണവന്മാരൊക്കെ? എവിടെ വല്ലിപ്പ? എവിടെ വാപ്പ? നമ്മളോടൊപ്പം മക്കൾ സ്വർഗത്തിൽ പോരണമെന്ന് വിചാരിക്കുന്നവരൊക്കെ എവിടെ പോയിന്ന്? സുബൈക്ക് മൂപ്പരാള് ജമാഅത്തിന് വരുന്നുണ്ട്, പക്ഷെ മക്കളില്ല. സുബഹിസ്കരിക്കുന്നുണ്ടോ അതുപോലും അറിയില്ല. അവനായി അവന്റെ പാടായി. എപ്പോഴാ അവൻ കടന്നു വന്നത് അതും അറിയില്ല. ഗ്രില്ലിന്റെ ചാവി മൂപ്പരെടുത്തുകൊണ്ട് ബാക്കിലൂടെ വന്ന് ആടി എവിടെയോ പോയി കടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി അവനെ എപ്പോഴാ അപ്പ കാണുക? ചിലപ്പോൾ കാണുന്നല്ല. ആളൊരു 8 മണിക്കൊക്കെ ജോലിക്ക് പോയാൽ പിന്നെ 9 മണി 10 മണിക്കാ മൂപ്പരാൾക്ക് റേഞ്ച് കിട്ടണ തന്നെ. രാത്രി എന്തൊക്കെ കയറ്റി വന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഇവനെ പള്ളി കൊണ്ടുപോകും. പിന്നെ ഇവനെ പള്ളി കൊണ്ടുപോകുന്നു. അങ്ങനെ നല്ല ദീനീ കേന്ദ്രങ്ങളെല്ലാം ശുഷ്കമായി വരുന്നു. നമ്മുടെ മുതഅല്ലിമീങ്ങൾ സജീവാകുന്നത് കൊണ്ട് ബാങ്കുണ്ടാവും, ഇഖാമത്തുണ്ടാവും, ഖുർആനോത്തുണ്ടാകും, മറ്റു പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കും അവരുടേതായ രീതികളിൽ. പക്ഷെ അതിൻ്റെ ഒന്നാമത്തെ ഉപഭോക്താക്കളാവേണ്ട നമ്മുടെ മക്കൾ അന്തം വിട്ട് കടന്നുറങ്ങായിരിക്കും ആ സമയത്ത്. ഇത് തിരുത്തി പള്ളിയുടെയും മദ്രസിന്റെയും അടുത്ത ഖാദിമീങ്ങളാകാൻ പറ്റും വിധം അവരെ വളർത്താൻ ബാധ്യസ്ഥരാണ് ഓരോ പിതാവും ഓരോ മാതാവും. നിലമ്പൂർ ഭാഗത്തിയുടെ ഒരു പ്രോഗ്രാമിന് പോയി. ആ സ്റ്റേജിലുണ്ട് ഒരു അടിപൊളി സൈക്കിൾ, ഈ ബൈക്കിൻ്റെ അത്രയൊക്കെ ടയർ വണ്ണുള്ള, ഇങ്ങനെ ഗിയറൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സൈക്കിളുണ്ട്. പിന്നെ വലിയ 2 പൊതിയിൽ നല്ല ഉഷാറിൽ സമ്മാനം പൊതിഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ടും ഈ സ്റ്റേജിൽ സൈക്കിളാണ് ഇപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ സംഘാടകർ 1-2 ആൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, 2 വർഷമായിട്ട് മിക്ക സുബഹി ജമാഅത്തിനും വന്നൊരു കുട്ടിയുണ്ട്, അവന് കൊടുക്കാനാണ് ഈ സൈക്കിള്. ഞാൻ ചോദിച്ചു, പള്ളീൻ്റെ അയൽവാസി ആയിരിക്കുമല്ലേ എന്ന്. അപ്പോൾ അവർ പറയും, അതാണ് കൗതുകം, ഈ മഹലിലെ ഏറ്റവും അവസാനമുള്ളവരാണ് ആ കുട്ടി. ഒട്ടുമിക്ക ജമാഅത്തിനും അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിലല്ലാതെ എല്ലാ സുബഹി ജമാഅത്തിനും ആ കുട്ടി വന്നു. ലോറിനും അസറിനും ഉണ്ടാവില്ല, കാരണം പള്ളിക്ക് പോകും. ഇശാക്കും മഗ്‌രിബിക്കും ഉണ്ടാവില്ല, മദ്രസിലും ആയിരിക്കും. അവിടെ നിസ്കരിക്കും. ഞാൻ ചോദിച്ചു, വലിയ 2 പൊതിയോ? ഒന്നോ എൻ്റെ വാപ്പാക്ക്, ഒന്നോ എൻ്റെ അമ്മക്ക്. ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം വാപ്പ പള്ളിക്ക് വരണം, എങ്കിലേ കുട്ടി വരുള്ളൂ. കുട്ടി വാപ്പാനോടൊപ്പം വരണമെന്നുണ്ടെങ്കിൽ ഉമ്മ സജീവാവണം, ഉമ്മ വിളിച്ചുണർത്തണം, വാപ്പ പള്ളി പോകാൻ എണീക്കെന്ന് പറയണം. എന്താ നമ്മുടെ കുട്ടികൾക്ക് അപ്പം എണീക്കാൻ പറ്റാത്തത്? കടന്നുറങ്ങണത് 11:30-ക്കും 12 മണിക്കുമാണ്.
റൂമിൽ കയറി അവർ വാതിലടച്ചോ, അവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകരണമുണ്ടോ? ഫോണാവട്ടെ, ടാബ്ലറ്റ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അവരതിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ബാംഗ്ലൂരിലൊരു യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച്. അവർ പറയുന്നത് ശരാശരി കേരളക്കാർ 4 മണിക്കൂർ ഡെയിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നാണ്. അത് തള്ളാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു ദിവസം ഞാൻ പുത്തനങ്ങാടിയിലൂടെ പുത്തനത്താണിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇടക്കിടക്കൊക്കെ വരുന്ന ചെറുപ്പക്കാരൻ കൈയാട്ടി കാറിന്. ഞാൻ സൈഡാക്കി. അവൻ വല്ല ലിഫ്റ്റ് ചോദിക്കാനാണ്, പോകാനായിരിക്കും നിർത്തിയിട്ട്. അപ്പോൾ സങ്കടത്തോടെ എന്നോട് പറയാണ്, ഇന്നലെ 7 മണിക്കൂർ ഞാൻ ഫോണ് ചെലവഴിച്ചു, ഒരു ജാതി വിഷമം, കണ്ണൊക്കെ ചുമന്നു. അപ്പം നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് പറയാൻ നിർത്തിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു തള്ളു, കാരണം 7 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് ഫോണ് വട്ടം ചുറ്റാൻ തുടങ്ങും. 7 മണിക്കൂർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നോട് പറയാണ്, ഞാൻ കടയിൽ നിന്നാണ്, കടയിൽ വൈഫൈ ഉണ്ട്, ഫുള്ള് സൗജന്യമാണെന്ന് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി പഠിച്ചത് തിരക്കടിച്ചാ തോന്നി. കാരണം 7 2 ഒക്കെ പാടെ നടുവ് പിടിക്കലാണല്ലോ ശരാശരി 4 എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് 4 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ ഡയലി ഈ പാമ്പിനെ പിടിക്കണത് കാണാൻ വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ, സിനിമാ ഹാളിലൊന്നും പോയി കാണാത്തവർ പോലും മൊബൈൽ ഫോണിൽ സുലഭമായി അത് കാണുന്നൊരു കാലഘട്ടം വരികയാണെങ്കിൽ, ഇപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്. എന്നിട്ട് ദിക്റിൻ്റെയും റാത്തീബിൻ്റെയൊക്കെ സാസിൽ വെച്ചിട്ട് സിനിമക്കാർക്ക് വേണ്ടിയിട്ട് വഴൽ നടക്കുക. അല്ലെങ്കിലേ ഇത് പാഞ്ഞു കയറാണ് കുരങ്ങന്മാർ. നല്ല അടിപൊളി കോണിയും വെച്ച് കൊടുക്കുക കുറേ ആൾക്കാർ. സിനിമ എന്നൊക്കെ പറഞ്ഞൊരു കലാപ്രകടന, അത് അറാമെന്ന് ആരെ പറഞ്ഞു എന്നാണ്. പഴയകാലത്തോറെ നടന്മാരെ പേരൊക്കെ പറഞ്ഞിട്ടേ അവരൊക്കെ സ്വർഗത്തിലാണ്. അവർ സ്വർഗത്തിലല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലാത്ത ആദ്യമല്ലേ, അവർ സ്വർഗത്തിലാണ്. അവർ സ്വർഗത്തിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദിക്റിന്റെ വേദിയിൽ, റാത്തീബിന്റെ സാസിൽ, അല്ലെങ്കിലേ സിനിമയൊക്കെ ഉപേക്ഷിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ വലിയ ഈമാനിന്റെ ലക്ഷണമാണ്. അത്രമേൽ വൃത്തികേടുകൾ സമൂഹത്തെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ പഴച്ചു പോകും, അവിധം മലിനമാണ് സാഹചര്യം. സിനിമ വഴി സ്വാധീനിക്കപ്പെടുന്നു നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും മുഴുവൻ. അങ്ങനെയാണ് കയ്യില്ലാത്ത ടീഷർട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഹരമായി മാറുന്നത്. അങ്ങനെയാണ് പൂച്ച മാന്തിയതുപോലെ കീറിപ്പറിച്ച ട്രൗസർ ഇട്ടിട്ട് മുത്തം പെൺകുട്ടികൾ പർദ്ദയിട്ട ഉമ്മമാരോടൊപ്പം കോഴിക്കോട് ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണേണ്ടി വരുന്നത്. ചെറിയ ട്രൗസർ, അതിൻ്റെ പുറമെ പൂച്ച മാന്തിയതുപോലെ അത് കീറിയിരിക്കുക. ആരോ ഉപയോഗിച്ച് കീറിയത് വെറുതെ കൊടുത്തായിരിക്കും എന്ന് വിചാരിക്കരുത്. 4000 5000 കൊടുത്ത് മേടിക്കണതാണ് ഈ കീറിയ സാധനം. ഇത്രമേൽ അന്തല്ലാത്തവരായിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് മാറാൻ പറ്റുന്നത്? ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും, അത് അവരുടെ ഒരു ശീല. പക്ഷെ ഒപ്പം നടക്കുന്ന പ്രായപൂർത്തിയായ അതിനേക്കാൾ വലിയ പെൺകുട്ടികളൊക്കെ ഇவ்விധം ഈ ഉമ്മക്ക് അവരൊപ്പം നടക്കണേന് യാതൊരു മാനക്കേടുമില്ല. മദ്രസിൽ നിന്ന് സിനിമ കാണരുത് എന്ന് ഉസ്താദ് ഉപദേശിച്ചത് 100% ഉൾക്കൊണ്ട് ജീവിതം ഇനി വിശുദ്ധമാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് വീട്ടിലേക്ക് മോള് ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയ സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് എത്രമേൽ പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ കുട്ടിക്ക് തൻ്റെ പ്രതിജ്ഞയെ എത്രമേൽ നിർവഹിക്കാൻ പറ്റും? നമ്മൾ ആലോചിക്കണ്ടേ. ഇത് വലിയ സ്ക്രീൻ. ഇവിടെ ഒരു വീട് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. പരമാവധി ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനന്ന് എന്തൊക്കെയോ ഇതൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ അതുവഴി ഞാൻ പോകുന്നൊരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊക്കെ ഒരു പ്രോഗ്രാമിന് പോകണ്ടല്ലോ, അന്ന് നിങ്ങളൊന്ന് വീട്ടിലേക്ക് വരണം. അത് ഇറക്കടില്ലാന്ന് കരുതിയിട്ട് ഞാൻ പോയി. കുറച്ചേരൊക്കെ ഈ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുകയാണല്ലോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ. ആ സമയത്തുണ്ട് ഒരു 2 മീറ്ററോളം വലിയ ഒരു സ്ക്രീൻ ഉണ്ട് അവിടെ, ഒരു TV ഉണ്ട് അവിടെ. നമ്മളിത് കണ്ടിങ്ങനെ തിരിഞ്ഞു വന്നാൽ നടക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ബീവി തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം എന്നോട് ആ ചെറുപ്പക്കാരനാവുന്ന വീട്ടുടമസ്ഥൻ പറയാണ്, നമുക്ക് പറ്റിച്ചതാണ്. നമുക്ക് ആദ്യം അത് മനസ്സിലായില്ല. ഏതോ ഒരു TV കടക്കാരൻ AK-47 പിടിച്ചു വന്നിട്ട് ഇതിമ്മ ഫിറ്റ് ചെയ്ത് നിർബന്ധിപ്പിച്ച് വെച്ച് പോയതാന്നൊക്കെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതല്ല പ്രശ്നം. മൂപ്പര മൂത്ത മോണ്ട് ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ അതിൻ്റെ മൂലൊക്കെ നിർത്തിയെന്നായിരുന്നല്ലോ ഇയാൾ.
ഞാനിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ടി വി ഇങ്ങനെ തിരിച്ചിട്ട് പുറത്തേക്ക് ആക്കാൻ, അപ്പം സിറ്റൗട്ടൊന്നും കാണാം ഈ ടി വി, ഇങ്ങോട്ട് വെച്ചാൽ ഇവിടുന്നും കാണാം ഈ ടി വി. നമ്മൾ പുറത്തിരിക്കുമ്പോൾ അവിടെ ചുമര കാണുന്നത്, പക്ഷെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചുമരിപ്പുറത്താവും, ടി വി അപ്പുറത്താവും. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം ഉറുപ്പിക എടുത്തുണ്ടാവും ഈ ടി വി തിരിക്കാൻ വേണ്ടി മാത്രം. അപ്പം ഈ നമുക്കാണ് പറ്റിച്ചത്. ഇത് വെച്ചതല്ല പ്രശ്നം, രണ്ടിടത്തുനിന്നും ആവശ്യാനുസരണം കാണുന്നതും അല്ല പ്രശ്നം. അത് ഞാൻ കണ്ടുപോയി, അതിന് കാരണം നമുക്ക് പറ്റിച്ചതാണ്. കുറേരൊക്കെ ആ കുട്ടി വെയിറ്റ് ചെയ്തു, പിന്നെ ഓൻ്റെ കളിക്ക് പോയി. 13 വയസ്സുള്ളൊരു കുട്ടിയല്ലേ, തിരിക്കണമെങ്കിൽ വാപ്പ തിരിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. ഇത് എല്ലാവരും കൂടിയിരുന്ന് കാണുന്നത്, അതിലേക്ക് ചെല്ലുന്ന മദ്രസിലെ കുട്ടിക്ക് മദ്രസന്ന് ഉസ്താദ് പഠിപ്പിച്ചത് എത്ര നേരം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും? എന്നിട്ട് എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ് കോഡുകൾ പഠിക്കണം. ആചാര്യ പൈസ കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കാൻ, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കള്ളു കുടിക്കണം എന്നുള്ളത് പഠിപ്പിക്കണം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നത് സിനിമയാണ് നമ്മുടെ കേരളത്തിൽ. ലോകാടിസ്ഥാനത്തിലും അങ്ങനെ തന്നെ. അതോടുകൂടെ എല്ലാ ടെൻഷനും മാറുമെന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കുക, ഈ മയക്കുമരുന്നിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇത് നടത്തുന്നവരൊക്കെ. പേരെടുത്ത് പറയണതിന് തൻ്റെ ഇടക്കുറവൊന്നുമില്ല. ഇപ്പൊ പലവിധ ക്യാമ്പയിനുകളൊക്കെ നടന്നല്ലോ, പല പല സംഗതികളും. സിനിമ ലോകത്തൊക്കെയുള്ള അശ്ലീലങ്ങളും വൃത്തികേടുകളും പുറത്തു കൊണ്ടുവന്ന വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം. എല്ലാ മയക്കുമരുന്നും പരിചയപ്പെടുത്തുന്നത് ഇവർ മുഖേനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചില സ്വകാര്യങ്ങളാണ്. ഈ കുട്ടികൾ ഡ്രസ്സിലും ഭാഷയിലും മുടിയിലും നടത്തത്തിൻ്റെ ശൈലിയിൽ വരെ അനുകരിക്കുന്ന ഇത്തരം ആളുകൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അതുവഴി അവരുടെ ടെൻഷൻ മാറി എന്നവർ അഭിനയിക്കുന്നു. ഇത് കണ്ട് കേരളം മയക്കുമരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമായി മാറുന്നു. ചെറിയ പരിപാടിയാണത്. 11 ടൈപ്പ് മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാണിന്ന്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും, മെട്രോ സിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയണത്, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും, ഈ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കൃത്യമായ രീതിയിൽ മയക്കുമരുന്നുകൾ സുലഭമായി ലഭ്യമാണ്. 11 ടൈപ്പ് മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. 1 ഗ്രാമിന് 5000-ഓളം രൂപ കൊടുക്കണം. അപ്പം അതിന് ഈ സാധനം ഉപയോഗിച്ച് ജീവിതം നശിച്ച് പിന്നീട് ആവേശമല്ലാതെ വരുമ്പോൾ അതിനേക്കാൾ മാരകമായതിലേക്ക് ഇറങ്ങി പിന്നെയും തൊലഞ്ഞുകൊണ്ടിരുന്ന് 4-5 വർഷം കൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ് നമ്മുടെ യുവാക്കൾ. ഇത് ചില്ലറ സംഗതിയാണോ? MDMA എന്നൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ പേപ്പറിൽ വായിക്കും. എന്തേ സംഭവം? ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിമയായി മാറും നമ്മുടെ മക്കൾ. അഴിച്ചിടല്ലേ നമ്മൾ? 5ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചാൽ ഇനി അവനായി അവൻ്റെ പാടായി എന്നും പറഞ്ഞിട്ട് വാപ്പ കൈ കഴുകുകയാണല്ലേ. വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് ചൊല്ലും കുട്ടിയുടേത്, ഗൾഫിലുള്ള വാപ്പാക്ക്, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട്, എനിക്ക് 5000 രൂപ വേണമെന്ന്. 5000 തോന്നും പറഞ്ഞിട്ട് അയാൾ അപ്പളേ വിട്ടുകൊടുക്കും. ഭാര്യയ്ക്ക് വിളിച്ചിട്ട് പറയും, നിൻ്റെ വക 2000 കൊടുത്തേക്ക്, ചിലവൊക്കെ ഉണ്ടാവില്ലേ. മൂപ്പരാൾ ബാണ്ടൊക്കെ കെട്ടി ഇറങ്ങിപ്പോകുമ്പോൾ വല്യമ്മ ഒരു 500 കൊടുക്കും, വല്യപ്പ ഒരു 1000 കൊടുക്കും. എന്തായാലും അത്യാവശ്യം 4-5 ദിവസത്തിന് സുലഭമായ പൈസയായി. ഈ കുട്ടി തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടിയല്ലാതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി ഈ സൈന്തറ്റിക് രാസവസ്തു. പിന്നെ 24 മണിക്കൂറാകുമ്പോൾ കുട്ടി വയലൻ്റ് ആകും, തലയിടിക്കാൻ തുടങ്ങും, അവന് തല ചുറ്റും, ആകെ വേദന വരും, അസ്വസ്ഥത വരും, ഛർദ്ദിക്കാൻ തോന്നും. കൃത്യം ആ സമയത്ത് ആദ്യം അവനെ പറ്റിച്ച ആ വിതരണക്കാരൻ അവനെ ഫോൺ വിളിക്കും, പുറത്തു പോകല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് വയ്യ, ഞാൻ ഇവിടെ കിടക്കുകയാണെന്ന് പറയും. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തലവേദന എന്ന് പറയും. പുറത്തിറങ്ങി, അതിനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറയും. ഒന്നുകൂടെ കൊടുക്കും, പിറ്റേ ദിവസം കൊടുക്കും. പിന്നെ ഈ കുട്ടിക്ക് ഇതില്ലാതെ ജീവിതം സാധ്യമല്ല. ഈ സാധനം മൂക്കിൽ തോണ്ടിയെടുത്താൽ എന്തോന്ന് തോണ്ടിയെന്നറിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുരുത്തക്കേട്. ഇതിന് മണല്ല. MDMA എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലെ പഞ്ചസാരയേക്കാൾ ചെറിയ തരിയുള്ള ഈ ക്രിസ്റ്റൽ ടൈപ്പിലാണ് കിട്ടുക. ശരീരത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ 4-5 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മുടെ മക്കളുടെ മൂക്കിലൂടെ ഒന്നിട്ട് തോണ്ടിയെടുത്താൽ മാത്രം മതി. അതോടുകൂടി കുട്ടികൾ അതിൻ്റെ അഡിക്റ്റായി മാറും.
ഇതിന് മാതൃകയാവാൻ അവരിഷ്ടപ്പെടുന്ന പലരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരുപോലെ എങ്ങനെയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. റിപ്പോർട്ടുകൾ പ്രകാരം, പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പലരും 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 അതിൻ്റെ ആളുകളാകുന്നു. ഒരു ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ മോൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടമാണത്, എന്ത് സങ്കടമാണത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ കുട്ടി അതിൻ്റെ അഡിക്റ്റായി, പിന്നെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ തന്നെ വലിയ പാടാണ്. തഹജ്ജുദ് നിസ്കരിച്ച് വല്യമ്മ ദ്വാരന്നിട്ട് അത് അള്ളാഹു കബൂലാക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. ചികിത്സിച്ചൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഏകദേശം 4 മുതൽ 7 വർഷം മാത്രമാണ് ഇനി ആ കുട്ടിയുടെ ജീവിതം. അതിനിടയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. 3-4 ഘട്ടമുണ്ട് ഇതിന്. അതിൽ അതീവ ധൈര്യം തോന്നുന്ന ഘട്ടമാണ് ഒന്നാമത്തേത്. നമ്മുടെ മക്കളൊക്കെ അതിൻ്റെ ആളുകളായാൽ പിന്നെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ വരും. ഒരു 4-5 കൊല്ലം കൊണ്ട് നമ്മുടെ കേരളം വെറും ക്രിമിനലിസം നടക്കുന്ന നാടായിത്തീരും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ. ഗവൺമെൻറ്റൊക്കെ പല ക്യാമ്പയിനും നടത്തിയിട്ട് ഇത്തരം മയക്കുമരുന്നുകൾ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം നല്ലത്. പക്ഷേ മദ്യം, വിദേശ മദ്യം, തെങ്ങ് ചെത്തിയത്, പന ചെത്തിയത്, ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഷയിൽ അത്ര മോശം പിടിച്ചതല്ല. ഇത് കുടിച്ചാലും മനുഷ്യൻ നശിക്കും, ഇത് കുടിച്ചാലും കുടുംബം തകരും, ഇത് കുടിച്ചാലും കൊലപാതകങ്ങൾ ഉണ്ടാകും, ഇത് കുടിച്ചാലും ഭാര്യയെയും മക്കളെയും വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കും. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും 8ാം ക്ലാസ്സുകാരനായ അനുജനും കേരളത്തിലെ പ്രസിദ്ധയായൊരു കവയത്രിക്ക് കത്തെഴുതി, ഞങ്ങൾക്ക് ജീവിക്കാനോ പഠിക്കാനോ കഴിയണില്ല, അച്ഛൻ എന്നും കള്ളു കുടിക്കും, എന്നിട്ട് വന്ന് എന്നെയും അനുജനെയും അമ്മയെയും ആക്രമിച്ചുകൊണ്ടിരിക്കും, അച്ഛൻ ഉറങ്ങുവോളം അയൽപക്കത്തെ മാവിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ താമസിക്കൽ, അതുകൊണ്ട് രക്ഷപ്പെടുത്തി തരണം എന്നും പറഞ്ഞിട്ട് കേരളത്തിലെ പ്രസിദ്ധയായ ഒരു കവയത്രിക്ക് കത്തെഴുതി. അവരത് മലയാള പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ വരുമ്പോഴേക്ക്, അച്ഛൻ വരുമ്പോഴേക്ക് ഓടി വന്ന് എൻ്റെ അച്ഛൻ എൻ്റെ വാപ്പ എന്നും പറഞ്ഞ് മത്സരിച്ച് കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്നതിന് പകരം അച്ഛൻ്റെ നിഴൽ കാണുമ്പോഴേക്ക് ഒളിച്ച് കടക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന മക്കൾ കള്ള് കുടിച്ചാലും രൂപപ്പെടും. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം കള്ളിന് അങ്ങനല്ല, മറ്റുള്ള സംഗതികൾക്കാണ്. വിദേശ മദ്യം ഗവൺമെൻറ് തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മുടെ പാലക്കാട് ജില്ലയിൽ വലിയ ഫാക്ടറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മളാണ് രക്ഷപ്പെടുത്തേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇത് സംബന്ധമായി സൂചിപ്പിക്കാം. കേരളത്തിലെ പ്രസിദ്ധമായ ഡി അഡിക്ഷൻ സെൻറ്റർ തിരൂരിലുള്ള ഒരു ഡോക്ടർ ഈയിടെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കള്ളുടിയന്മാരെയും മയക്കുമരുന്നുകാരെയൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഈ കേന്ദ്രമാണ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? പുതിയതായി മയക്കുമരുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വലിയൊരു സംഘം യുവതികളും പെൺകുട്ടികളുമാണ്. നാട് വല്ലാതെ പഴച്ചു. എന്നെ ശ്രമിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നിടത്തുനിന്ന്, വേണ്ട നമ്മുടെയൊക്കെ നാട്ടിലുള്ള പ്രാദേശികമായ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നിടത്തുനിന്ന് ഈ സാധനം ലഭ്യമാണ് സുലഭമായിട്ട്. സ്റ്റിക്കർ ടൈപ്പ് മയക്കുമരുന്നുകളാണ് സ്ത്രീജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കലത്രേ. അവരുടെ വായയിലൊക്കെ മൃദുവായ പ്രദേശങ്ങളിൽ സ്റ്റാർ പോലെ മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് 40 മണിക്കൂർ ലഹരിയുടെ ലോകത്ത് അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. ഭർത്താവ് പഴച്ചുപോയാൽ ബുദ്ധിമതിയായ ഈമാനുള്ളൊരു സ്ത്രീ, ഭാര്യ വിചാരിച്ചാൽ അയാൾ നന്നായി പോകും. അടുത്ത് നിർത്തിയിട്ട് മക്കളെ കാര്യം പറഞ്ഞിട്ട്, ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്, സ്നേഹത്തോടുകൂടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ മദ്യപാനം കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട് നമ്മുടെ മക്കൾക്കും എനിക്കും കുടുംബത്തിനുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച്, നാളെ പരലോകത്തുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ആ സ്ത്രീ സ്നേഹപൂർവം ആ ഭർത്താവിനെ തിരുത്താൻ ശ്രമിച്ചാൽ അദ്ദേഹം നന്നാവും, മിക്കവാറും അദ്ദേഹം വിശുദ്ധനായിത്തീരും. ഇനി ഇല്ലെങ്കിൽ തന്നെ ആ മക്കളെ നന്മയിലൂടെ കൊണ്ടുപോകാൻ ആ സ്ത്രീക്ക് കഴിയും. പാപ്പ എങ്ങനെ മോശക്കാരനാണെങ്കിലും കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കാൻ പറ്റും, ഖുർആനോത്ത് പഠിപ്പിക്കാൻ പറ്റും, മദ്രസയിലുള്ള സംഗതികൾ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ കാണാൻ പോകുന്ന പൂരം അതിലേറെ കൗതുകകരമാണ്. സ്ത്രീകൾ തന്നെ മയക്കുമരുന്നിൻ്റെ ആളുകളാകാൻ പോവാണ്. ഈ മക്കൾ വല്ലാതെ വിഷമിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ദീനിൻ്റെ ചൈതന്യം എടുത്തു പോകും. ഇതിനെ എതിർക്കാനോ ഉപദേശിക്കാനോ ഒരാൾക്കും ധൈര്യമില്ലാത്ത വിധം സാഹചര്യം നമ്മൾ ഇടുക്കിക്കളയും. അവിടെയാണ് ഈമാൻ പ്രകടിപ്പിക്കേണ്ടത്. അതിനാണ് വിജ്ഞാനം നേടേണ്ടത്.
അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം അതിനാണ് വേണ്ടത്. ഇപ്പോൾ ഗൾഫിലേക്ക് പോകേണ്ടി വരും പലർക്കും, സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് പോകും, ബാംഗ്ലൂരിലേക്ക് പോകും, ചെന്നൈയിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? 15, 16, 18 വയസ്സുള്ള മക്കളുണ്ട് വീട്ടിൽ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ എന്നും കരുതിയിട്ട് അന്തം വിട്ട് ധൈര്യസമേതം നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ജ്യേഷ്ഠനെ വിളിക്കണം, കുട്ടിയുടെ മൂത്താപ്പാനെ വിളിക്കണം, അല്ലെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ട് പോവണം. എന്നിട്ട് കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇവനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാനും തിരുത്താനും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ജ്യേഷ്ഠനെ ഭരമേൽപ്പിക്കണം. കുട്ടിയോട് പറയണം, ഇതെൻ്റെ ജ്യേഷ്ഠനാണ്, നിന്റെ മൂത്താപ്പയാണ്. ഞാനില്ലാത്ത സ്ഥലത്ത് മൗലികമായി എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മൂത്താപ്പയോട് അന്വേഷിക്കണം. വൈകുന്നേരം 6 മണിയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ മൂത്താപ്പ നോക്കും, മൂത്താപ്പ പറയും. വല്യപ്പനെ ഏൽപ്പിക്കണം, അനുജനെ ഏൽപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. സ്വന്തം ഭാര്യയോട് ഡെയിലി 1 മണിക്കൂറൊക്കെ ഫോൺ വിളിക്കുന്നവരുണ്ടാകും. ഞാൻ അതിനൊന്നും എതിർക്കണില്ല. ആരോഗ്യം സംരക്ഷിക്കുമെങ്കിൽ, നിസ്കാരത്തിനൊന്നും വിലങ്ങുണ്ടാവൂലെങ്കിൽ, അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് 10 മണിയായി വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാൻറ്റീനൊക്കെ വൃത്തിയാക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 11, 11:30 മണിക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ പ്ലസ് 2.5 മണിക്കൂർ ഇവിടെ ഏറിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കണം. ആ പെണ്ണ് ഇതിന് കാത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വഴക്ക് പറയുന്ന കരുതിയിട്ട് നിർബന്ധിതയായിട്ട് ആ പെണ്ണ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ ഫോണും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഹാങ് ഓവർ കൊണ്ട് കുറച്ച് ടൈം ഉറക്ക് കിട്ടാതെയായി വളരെ കുറച്ച് മാത്രം ഉറങ്ങി കണ്ണ് കുഴിയിൽ പോയി, രക്തക്കുറവ് അനുഭവപ്പെട്ട്, മുടി കൊഴിഞ്ഞ്, മാരകമായ പലജാതി അസുഖങ്ങൾ സൃഷ്ടിക്കാനാണെങ്കിൽ ഈ 1 മണിക്കൂർ കോളൊക്കെ ഒന്ന് നിർത്തണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ പറഞ്ഞ് ചെവി ചൂടാക്കി നമ്മുടെ മനസ്സ് പതർന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ടാക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ പിന്നെന്തെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും അതിലിടപെടുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ. ആഴ്ചയിൽ 1 വട്ടെങ്കിലും ജ്യേഷ്ഠനെ വിളിക്കണം, അനുജനെ വിളിക്കണം, നമ്മുടെ വാപ്പാനെ വിളിക്കണം. നിങ്ങൾ ശുക്കൂറിൻ്റെ കാര്യം ശ്രദ്ധിക്കലില്ലേ എന്ന് ചോദിക്കണം. വാപ്പാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം. ഉമ്മാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഉമ്മാനോട് ചോദിക്കണം. കുട്ടികളെ കാര്യമൊക്കെ ഒന്ന് ഉമ്മ നോക്കണട്ടോ എന്ന് പറയണം. അങ്ങനെ വന്നാൽ മക്കൾ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ആള് വലിയൊരു വീടുണ്ടാക്കിയിട്ട്, അതാണല്ലോ ഗൾഫ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമ്പാദ്യം, ഒരു വമ്പുറ്റ വീടുണ്ടാക്കും. നമ്മളാ പാട്ടിലൊക്കെ അല്ലേ വമ്പുറ്റ ഹംസാറതയെന്ന ഒരു വമ്പുറ്റ വീടുണ്ടാക്കും. പരിശുദ്ധ ഖുർആനിൽ വീടിനെ കുറിച്ച് മസ്കൻ എന്നാണ് പ്രയോഗിക്കുന്നത്, ബൈത്ത് എന്നല്ല, ദാറ് എന്നല്ല. അതൊക്കെ ഖുർആനിലുണ്ട്. കഅബനെ കുറിച്ചുണ്ട്, സ്വർഗത്തെ കുറിച്ചുണ്ട്. നമ്മുടെ സാധാരണ വീടിനെ കുറിച്ച് പൊതുവെ ഖുർആൻ മസ്കൻ എന്നാണ് പ്രയോഗിക്കുന്നത്. എന്താ മസ്കൻ എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ ഇടം എന്നാണ്, സമാധാനത്തിന്റെ സ്ഥലം എന്നാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ. വീട് കാണുമ്പോഴേക്ക് ആചാര്യക്ക് കാളലോട് തുടങ്ങും. കാരണം ബാങ്കിലുണ്ട് 40 ലക്ഷം. ജീവിതം മൊത്തം വീടിനെ ഓർത്ത് ആദ്യപ്പെടുന്ന തലമുറ. ഭാര്യയുടെയും പെൺകുട്ടികളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നല്ല വീട് കുത്തിപ്പൊളിച്ച് അപ്പുറത്തെ വീട്ടിൽ കുറേ തൂണുണ്ട് മുറ്റത്ത്, എന്നാൽ നമുക്കും തൂണ് വെക്കാമെന്നും പറഞ്ഞ് തൂണ് വെച്ച് അതിന് കടം വാങ്ങി ബാങ്കിൽ നിന്ന് പലിശക്കെടുത്ത് അടക്കാൻ കഴിയാതെ പിന്നെയും പലിശ കൂടിക്കൂടി വന്ന് പലിശയായി, ഇരട്ടിപ്പലിശയായി. അപ്പോഴേക്ക് ഗൾഫിലുണ്ടായിരുന്ന കച്ചവടമൊക്കെ പൊളിഞ്ഞ് പാർട്ട്ണർ സ്വന്തമാക്കി തവടിച്ച് വിട്ട് നിത്താക്കാത്ത് കുടുങ്ങി വന്ന് കമ്പനി പൊളിഞ്ഞിട്ട് കിട്ടാനുള്ള ശമ്പളമൊന്നും കിട്ടാതെ അന്തം മുട്ട് ഇനി ഈ വീട് എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രമിച്ചങ്ങനെ നിൽക്കുക. വീട് കാണുമ്പോഴേക്കും നെഞ്ചത്തും ഇങ്ങോട്ട് കയറുക, കുറേ തീയും പുകയും. മസ്കനാവണം വീട്. അപ്പം അയാൾ ഒരു വീട് നിർമ്മിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മക്കൾ അയാളുടേതല്ലാത്ത വിധം മാറിപ്പോയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ മയക്കുമരുന്നിൻ്റെ ഒക്കെ വിഷയം. കുട്ടികളെ തിരിച്ചെടുക്കാൻ വലിയ പണിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനായിരിക്കുമല്ലോ നമ്മൾ ഈ മക്കളെ പ്രതീക്ഷിച്ച് ജീവിച്ചത്? എന്താ പറ്റിയത്? ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഓളും എൻ്റെ മക്കളും ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു. അപ്പം ഞാൻ ഗൾഫിൽ പോയതും അധ്വാനിച്ചതും എൻ്റെ ഹൈടെക് ജീവിതവും അത് ഞങ്ങൾക്ക് മാത്രം, ബാക്കിയുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഉമ്മനോട് ബന്ധമല്ല, ഉപ്പനോട് ബന്ധമല്ല. ഇപ്പം തിളങ്ങി നിൽക്കുന്ന 2 പെൺകുട്ടികളുണ്ട്, ഞാൻ വല്ലാതെ പറയണില്ല. ആ പെൺകുട്ടികളുടെ മാതാവും പിതാവും ഒക്കെ എത്രമേൽ വിഷമിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് സമയം കിട്ടിയാൽ, ആരെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് വന്നാലും
ഈ മാതാവിനെയും പിതാവിനെയും കുറ്റം പറയാനാണ് ആ കുട്ടികൾ സമയം ചെലവഴിക്കുന്നത്. ഞാൻ അവരെയോ ഇവരെയോ ന്യായീകരിക്കല്ല. എന്തൊരു വിഷമമുണ്ടാവും. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇനി വിശ്രമ ജീവിതം നയിക്കുന്ന കാലത്ത് ഇവൻ്റെ ചെലവിൽ ജീവിക്കണം എന്നൊക്കെ കരുതി, ആശ്വാസത്തോടെ അവൻ പരിചരിക്കുന്നൊക്കെ കരുതി മക്കളെ പ്രതീക്ഷിച്ച് വരുന്ന സമയത്ത് മകൻ നമ്മളോട് ഒരർത്ഥത്തിലും ഒരു ബന്ധവുമില്ലാത്തവനായി മാറിയാൽ ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയം എന്തായിരിക്കും? നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ, നമ്മുടെ അസാന്നിധ്യത്തിൽ അവർ നന്മയിലൂടെ മുന്നോട്ട് പോവാൻ ജ്യേഷ്ഠനോട് ബന്ധമുണ്ടായേ പറ്റൂ, അനുജനോട് ബന്ധമുണ്ടായേ പറ്റൂ, എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധമുണ്ടായേ പറ്റൂ. എന്തിനധികം നമ്മുടെ പിതാവിനെയും നമ്മുടെ ഉമ്മയെയും വളരെയേറെ ഊഷ്മളമായി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അവരെ ഏൽപ്പിക്കണം. അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരോടൊക്കെ മഗ്‌രിബിയുടെ മുമ്പ് വീട്ടിലെത്താൻ പറയണം. അതിനൊന്നും പറ്റൂലെങ്കിൽ നമ്മളെന്താ ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞെടുക്കണത്? വാപ്പാവാൻ വലിയ പണിയൊന്നുമില്ല, രക്ഷിതാവാൻ കുറച്ച് പണിയാണ്. വാപ്പാൻ വലിയ പരിപാടിയൊന്നുമില്ല. ഡോക്ടർ രജതകുമാറൊക്കെ പറഞ്ഞ പോലെ 10 മിനിറ്റിൻ്റെ അധ്വാനേ ഉള്ളൂ. പക്ഷേ രക്ഷിതാവാൻ കുറച്ച് പണിയാണ്. വാത്സല്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി? കുട്ടികൾ ചോദിക്കണതൊക്കെ കൊടുക്കാന്നാണോ? വത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നെഞ്ച് എന്നാണ് അർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചിനോട് ചേർത്ത് നിർത്തൽ എന്നാണ്. എങ്കിലേ പൾസ് അറിയൂ, എങ്കിലേ സ്മെല്ല് മാറിയിട്ടുണ്ടോ എന്നറിയൂ, എങ്കിലേ കണ്ണ് ചുമന്നിട്ടുണ്ടോ എന്നറിയൂ. നമ്മളിങ്ങനെ അമർത്തി പിടിക്കുമ്പോഴായിരിക്കും അവന് ബാലൻസ് ഇല്ലേ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തിനധികം ഒന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മാതാവിനും പിതാവിനും മക്കൾക്ക് ഒഴിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ആ മോൻ കയറി വരിക, അവൻ ഭക്ഷണമൊന്നും വീട്ടിൽ നിന്ന് കഴിക്കൂല. അതൊക്കെ ഓവാലത്തും വന്ന് അടിച്ചിട്ടുണ്ടാവും. മഗ്‌രിബിയുടെ മുമ്പിൽ എല്ലാ മക്കളും വീട്ടിൽ വരണമെന്ന് നിഷ്ഠ വെക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കണില്ല? വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഫോൺ മഗ്‌രിബി ആക്കി കഴിഞ്ഞാൽ ഒരു കൊട്ടയിൽ സൈലൻ്റ് ആക്കി ഇടണം എന്ന് എന്താ അമ്മക്ക് പറയാൻ പറ്റാത്തത്? അർജൻ്റായ വല്ല കോളുണ്ടെങ്കിൽ പൊതു ഫോണിലേക്ക് വരട്ടെ, വീട്ടിലെ അമ്മാൻ്റെ ഫോണിലേക്ക് വരട്ടെ. ഇത് ഓരോരുത്തരും അവരവരുടെ ഫോണിലാണ്. കിടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ വൈകിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ സുബൈക്ക് അവർ പള്ളിക്ക് വരിക എന്നുള്ളത് അസാധ്യമാണ്. നമ്മൾ തോറ്റുപോകരുത്, നമ്മുടെ മക്കളും തോറ്റു പോകരുത്. നമ്മളൊരിക്കലും തോൽക്കരുത്, നമ്മുടെ മക്കൾ തോറ്റുപോകരുത്. സിനിമയുടെ പേരിലാണെങ്കിലും നാടകത്തിൻ്റെ പേരിലാണെങ്കിലും പല പല നാടുകളിലുള്ള ഫെസ്റ്റുകൾ ഉണ്ടാവും. എടവണ്ണപ്പാറ ഫെസ്റ്റ്, രാമനാട്ടുകര ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഏതിൻ്റെ പേരിലാണെങ്കിലും നമ്മളും നമ്മുടെ മക്കളും തോറ്റുപോകരുത്. ഏറ്റവും പ്രാധാന്യം ദീനിന് നൽകാൻ നമുക്ക് സാധിക്കണം. എന്താ നമ്മുടെ മക്കളെ നമുക്കതിന് ചെയ്യാൻ പറ്റാത്തത്? 10-25 മക്കളെ കൃത്യമായി കൊണ്ടുനടക്കാൻ നമ്മുടെ ഉസ്താദിന് സാധിക്കുന്നുണ്ടല്ലോ. ഓരോ ദർസിലും അങ്ങനെയല്ലേ? ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവരിതുവരെ പഠിച്ച സ്കൂളില്ലേ, ടീച്ചർമാരില്ലേ, കളിക്കൂട്ടുകാരില്ലേ, കളിക്കളമില്ലേ? അവരിതുവരെ ആഘോഷിച്ച് നടന്ന ഇടം അങ്ങനെ തന്നെയല്ലേ? അവർക്ക് ഇഷ്ടം പോലെ മൊബൈൽ ഉപയോഗിച്ചൂടെ? വീട്ടിലാണെങ്കിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിക്കൂടെ? ബ്രഷ് ചെയ്യാതെ രാത്രി ഉറങ്ങിക്കൂടെ? അവർക്ക് എല്ലാ അർത്ഥത്തിലും എന്തൊരു സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ ആ മക്കൾ ആ ഒരു ലോകത്തിൽ നിന്ന് സമ്പൂർണമായി പറഞ്ഞു വന്ന് നമ്മുടെ പള്ളിയിൽ ഉള്ള സൗകര്യത്തിൽ നിലത്ത് കിടന്നുറങ്ങണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പിള്ളേർ നിലത്ത് കിടന്നുറങ്ങാറുണ്ടോ? അവർ നിലത്ത് കിടന്നുറങ്ങുന്നു. എല്ലാ ദർസിലെയും സാഹചര്യം ഞാൻ പറയണത്. ഇവിടെ മാത്രം നിങ്ങൾ ആരെങ്കിലും കട്ടും ബെഡും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുന്നു, വിശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ച് അവർ പള്ളിയിൽ ബാങ്കിൻ്റെ മുമ്പ് എത്തിച്ചേരുന്നു. പിന്നീട് വൈകുന്നേരം വരെ പഠനമാണ് പഠനം. ദർസുള്ള പള്ളിയുടെ അടുത്ത് കൂടെ രാത്രി 10 മണിക്കും 11 മണിക്കും പോയി നോക്കുക, ഓത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. SSLC പഠിക്കുന്ന നമ്മുടെ മോണ്ട്, ഓൻ 9 മണിക്ക് ഉറങ്ങിയിട്ടില്ലേ? അവൻ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. നമ്മുടെ ദർസിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ പഴയ കൂട്ടുകാരില്ല, അവർക്ക് പന്തളിയില്ല, അവർക്ക് അവരുടേതായ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു CR7 എന്ന് പറഞ്ഞിട്ട് ജെയ്സി കുപ്പ ഇടാൻ പറ്റൂല. അവർക്ക് ഒതുകൊടുത്തേ രാത്രി കിടക്കാൻ പറ്റുള്ളൂ, ബ്രഷ് ചെയ്തിട്ടേ അവർക്ക് കിടക്കാൻ പറ്റുള്ളൂ, ഹദ്ദാദ് ചൊല്ലിയിട്ടേ കിടക്കാൻ പറ്റൂ. സുബഹിൻ്റെ ശേഷം അങ്ങനെ തന്നെ വീണുറങ്ങണില്ല, അവർക്ക് ഖുർആൻ ഓതേണ്ടതുണ്ട്. എങ്ങനെയാണ് മക്കൾക്ക് അത് സാധിക്കണത്? അവിധത്തിലേക്ക് കുട്ടികളെ മാറ്റാൻ എങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാർക്ക് സാധിക്കണത്? എന്നിട്ട് അത്രയൊന്നും സാഹസമില്ലാത്ത വിധം ഒരു
ചെറിയ ഒരു ജമാഅത്തിന് കൊണ്ടുവരിക പോലെയുള്ള വിഷയങ്ങൾക്ക് പോലും നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒതുങ്ങണില്ലെങ്കിൽ തീർച്ചയായും ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളെ കുറച്ച് പാടുപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മദ്രസയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ജീവിക്കാൻ ആവശ്യമായത് മൊത്തം മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മദ്രസയിൽ 5ഉം 7ഉം 10ഉം ഒക്കെ കഴിഞ്ഞ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ വിതരണക്കാരാകുമ്പോൾ മദ്രസയിൽ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് അങ്ങാടി ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? മദ്രസയിൽ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. മദ്രസ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രയോഗിക്കാൻ പറ്റും വിധത്തിലേക്ക് വീട് മാറ്റാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിച്ച കാര്യം പരീക്ഷ എഴുതി മാർക്ക് നേടുക മാത്രമാണോ അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ കുട്ടി ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇടതുകാലം മുന്നിൽ വെക്കണുണ്ടോന്ന്, ദിക്ർ ചെല്ലണുണ്ടോന്ന്, കക്കൂസ് നിന്ന് പുറത്തു വരുമ്പോൾ വലതുകാലാണോ മുന്നിലെന്ന്, അവൻ സ്കൂളിലേക്കും മദ്രസയിലേക്കും ഇറങ്ങുന്ന സമയത്ത് ഇടതുകാലാണോ വീട്ടിൽ നിന്ന് മുന്നിൽ വെക്കണത് എന്ന് പരിശോധിക്കണം. വലതുകാല് വെക്കുകയാണെങ്കിൽ ഇടതുകാല് വെക്കാൻ പറയണം. അവൻ ബിസ്മില്ലാഹി തവക്കൽതു ചെല്ലണുണ്ടോ എന്ന് ചോദിക്കണം. അവൻ കടന്നുറങ്ങുന്ന സമയത്ത് എങ്ങനെ ഉറങ്ങണം എന്നുള്ളത് പഠിക്കണം. ഇസ്മിക റബ്ബി വദഅതു ജംബി 100% മാർക്ക് നേടിയിട്ടുണ്ട് കുട്ടി, അതവൻ ചെല്ലാറുണ്ടോ എന്നുള്ളത് നോക്കണം. രാവിലെ സുബഹി കഴിഞ്ഞ് പള്ളിയിൽ നിന്നെത്തിക്കഴിഞ്ഞാൽ ഖുർആൻ കുറച്ചെങ്കിലും ഓതിപ്പിക്കണം. ഏറ്റവും നല്ല ടോപ്പിൽ ഖുർആൻ ഓതിയ കുട്ടിയായതുകൊണ്ട് നമ്മുടെ കുട്ടിയെ റബീഉൽ അവ്വലിൻ്റെ വലിയ പരിപാടിക്ക് ഖിറാഅത്തിന് ഉസ്താദുമാർ നിശ്ചയിച്ചിരുന്നു. മദ്രസൊക്കെ നിർത്തി വന്നു. ഒരു 4 മാസം കഴിഞ്ഞിട്ട് അവനൊന്ന് ഖുർആൻ ഓതിപ്പിച്ച് നോക്കുക. ഒരു പേജ് ഓതി കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ അവന് ഓതാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഖുർആൻ ഒന്ന് വേണമെന്ന് കരുതി തുറന്നു നോക്കി എത്ര ചെറുപ്പക്കാർ നമ്മുടെ വീട്ടിലുണ്ടാകും. ഉമ്മാരാലോചിക്കണ്ടേ? മദ്രസയിൽ 10 വരെ പഠിച്ചു, നല്ല മാർക്ക് കിട്ടി, ടോപ്പ്+ൽ ജയിച്ചു. പക്ഷെ ഇത് ആ ഒരു ഖുർആൻ പിന്നൊന്ന് തുറന്ന് 2 പേജ് ശരിക്കും ഓതിയാൾ 1 മാസം കൂടി 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് റമദാനിലുള്ള ഒരുക്കായി ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ തുടങ്ങാൻ പോവുക. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഖത്തോതി എടുത്തു വെച്ചിട്ട് ആ ഖുർആൻ തുറന്ന് ഒരു ഖത്തം തീർത്ത് എത്ര ആളുകൾ ഉസ്താദുമാരെ മാറ്റി നിർത്താൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് മദ്രസിൽ പഠിക്കുന്ന സംഗതി 100% നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും മക്കൾക്ക് മാതൃകയായി അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാനും നമുക്ക് കഴിയണം. തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തിരിക്കുന്ന ഉമ്മനെ കണ്ട് പെൺകുട്ടിക്ക് എഴുന്നേൽക്കാൻ പറ്റണം. ഉപ്പാന്റെ ഖുർആനോത്ത് സുബഹിയുടെ മുമ്പ് കേട്ടിട്ട് നമ്മുടെ മോൻ ഉണരണം. നന്നായിട്ട് പ്രാഥമിക പരിപാടികളൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് വാങ്ങൊടുക്കുന്ന സമയത്തോ അതിൻ്റെ മുന്നേയൊക്കെ പള്ളിയിലേക്ക് പോരാൻ ഉപ്പാക്ക് കൂട്ടുനിൽക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ വന്നാൽ ആ വീട് സന്തോഷത്തിൻ്റെതാകും. തഹജ്ജുദ് നിസ്കരിക്കുന്ന പുരുഷന് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ദുആക്ക് നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഒരാൾ നേരത്തെ എഴുന്നേൽക്കണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നു, തൻ്റെ ഭാര്യയെ കുലുക്കി വിളിക്കുന്നു, അവരെ എഴുന്നേൽക്കണില്ല. അപ്പോൾ ഇത്തിരി വെള്ളം കൊണ്ടുപോയി മുഖത്തൊക്കെ പൊടിഞ്ഞ് അവരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. റഹിമല്ലാഹു ഇംറഅൻ, ആ പുരുഷനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്ത് റസൂൽ ദുആക്കാണ്. അതിൻ്റെ മറുവശവും അവിടുന്ന് പറഞ്ഞു റഹിമല്ലാഹു ഇംറഅതൻ, ഒരു കുടുംബിനിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പ്രത്യേകത? അവർ നേരത്തെ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, ഭർത്താവിനെ കുലുക്കി വിളിച്ചു. അയാളിങ്ങനെ പുതപ്പൊക്കെ നേരാക്കി കടന്നുറങ്ങാൻ പോവാണ്. ഇനി ഡിസംബറൊക്കെ വരിക, സുബൈക്ക് നല്ല തണുപ്പായിരിക്കും. അയാളിങ്ങനെ കടന്നുറങ്ങാൻ പോവാണ്. ആ സമയത്ത് ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് മുഖത്ത് കുടഞ്ഞു കൊടുത്തു. ഇയാളും എഴുന്നേറ്റു, അയാളും തഹജ്ജുദ് നിസ്കരിച്ചു. ആ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പുണ്യപ്പൂമാൻ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇങ്ങനെ രോഗം കൊണ്ട് ഇടങ്ങാറാണ്ടി വരൂല, അവിടെ കടം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരൂല, അവിടെ പലിശക്ക് എടുക്കേണ്ടി വരൂല. ആ കുടുംബത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാകും. ഭാര്യയും ഭർത്താവും പിണങ്ങൂല, ഉമ്മയും മക്കളും പിണങ്ങൂല, വാപ്പയും മക്കളും തമ്മിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. സ്നേഹം കളിയാടുന്ന വീടായിട്ട് അത് മാറും. കാരണം അവർക്ക് വേണ്ടി ദ്വാരക്കുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് നേരാവണ്ണം നിസ്കാരത്തിൻ്റെ മുന്നിന് ശേഷമുള്ള ഒരു റവാത്തിബ് സുന്നത്ത് പോലും നിസ്കരിക്കാതെ ഒരു ചടങ്ങിന് നിസ്കാരാക്കി മാറ്റുകയാണ് പലരും ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ച വേദിയാണിത്. ഇതിൻ്റെ സർവ്വപുണ്യവും അവർക്കാണ്. അവരിൽ നിന്ന് കുറേ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ആരംഭിച്ചത്.
നമ്മുടെ ഫാത്തിഹ സൂറത്ത് മുതൽ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസാലകൾ വരെ, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഇടപെടലുകളിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പഠിക്കാനുള്ള അവസരമായി നമ്മുടെ ദർസ് മാറ്റണമെന്നാണ് ആദ്യമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. പിന്നെ നമ്മിലുണ്ടാകുന്ന ചില ആധുനികമായ പ്രശ്നങ്ങൾ, കുടുംബബന്ധത്തിലുള്ള അകൽച്ചകൾ, തകർച്ചകൾ, മയക്കുമരുന്നിൻ്റെ ആധിക്യം, ഉപയോഗം, ഇത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മാരകമായ സാമൂഹികവും ആരോഗ്യവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ, വിവാഹ വേദികളിൽ നടത്തുന്ന കൃത്യമായി ഖുർആനും ഹദീസും ഹറാമെന്ന് പറഞ്ഞ നിരവധിയായ ചടങ്ങുകൾ, ഇതെല്ലാം സമം ചേരുമ്പോൾ ആധുനിക മുസ്ലിം സൊസൈറ്റിയായി എന്ന് വന്നാൽ നമ്മൾ SIR പേടിക്കേണ്ടി വരും, നമ്മൾ പൗരത്വ നിയമം പേടിക്കേണ്ടി വരും. നിരന്തരമായി ഭയം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. വലനബുലുവന്നക്കും ബിഖൗഫിൻ മിനൽ ജൂഅ്, വിശപ്പിൻ്റെ ഭയം നമുക്കുണ്ടാകും, മരണത്തിൻ്റെ ഭയം നമുക്കുണ്ടാകും, സമ്പത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ, സമറാത്ത് നമ്മുടെ ഫലങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ, കച്ചവടം നഷ്ടപ്പെടുന്നതിൻ്റെ, കൃഷിയും കൃഷിഭൂമിയും നഷ്ടപ്പെടുന്നതിൻ്റെ ഭീതി വിട്ടൊഴിയാതെ നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുലേക്ക് അടുക്കലാണ് മാർഗം. ഹിസ്ബുൻ നസ്ർ ചെല്ലാതെ ഉറങ്ങുന്ന ശൈലി നമുക്ക് മാറാൻ പറ്റണം. ഹദ്ദാദ് ചെല്ലാതെ ഒരിക്കലും ഉറക്ക് വരരുത് നമുക്ക്. നിസ്കാരാനന്തരമുള്ള 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഏത് സന്ദർഭത്തിലാണെങ്കിലും, ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് പെട്ടെന്ന് വരേണ്ടി വന്നാൽ പോകുന്ന വഴിക്കെങ്കിലും ഇത് ചെല്ലാതിരിക്കരുത്. രാത്രി കടന്നുറങ്ങാൻ പോയാലും ഇതേ സുന്നത്തുണ്ട്. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങനെ ഉറക്കിലേക്ക് പോകണം. നമുക്ക് ബിസ്മിക റബ്ബി വളഉതു ജംബി ചൊല്ലിയിരിക്കണം. എല്ലാ വൈകിട്ടും രാവിലെയും യവൻസല്ല എന്ന് പറയുന്ന സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ 4 ആയത്തുകൾ നമ്മൾ ഓതണം. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇമാമുന ഷാദുലി തങ്ങളുടെ ഹിസ്ബുൻ നസ്ർ ചൊല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആത്മീയത കച്ചവടമാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല പണ്ഡിതന്മാരെ പിന്തുടർന്ന് മുതല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും ദീനിനെയും ഇൽമിനെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ ഒരാളെയെങ്കിലും മുതല്ലിമാക്കി, ഒരാളെയെങ്കിലും, എല്ലാവരെയും ആക്കണം എന്നാണ് ഞാൻ പറയാം, ഒരാളെയെങ്കിലും മുതല്ലിമാക്കി വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ, മരിച്ചു കിടക്കുന്ന സമയത്ത് മസ്അല ഒപ്പിച്ചാണ്ടൊന്ന് ഇമാമ് നിൽക്കാൻ. ഗൾഫിൽ നിന്ന് ഓരോ വൃത്തികെട്ട വിശ്വാസമായിട്ടിട്ട് വരും, എന്നിട്ട് മൂത്ത മോനാന്ന് പറഞ്ഞാണ്ട് കുളിപ്പിച്ച് കൊണ്ടുവരും മയ്യത്ത് ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പാവം മാപ്പം മരിച്ചെടുക്കുന്ന ആൾക്ക് കിട്ടണ ഒരു നിസ്കാരം പോലും ബാത്തുലാക്കും. പള്ളിയിൽ ഉസ്താദ് ഉണ്ടാവും അവിടെ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ ബാബ് ഒരു 100 വട്ടം മൂപ്പര് 3-4 കിതാബിലായിട്ട് ഓതി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ മൂപ്പരെ നിർത്തൂല. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ കിട്ടിയൊരു പ്രചോദനവും വിദേഹത്തുകാരുടെ ഒരു ആവേശമൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. മൂത്ത മോനാണോ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് നിസ്കാരത്തിന് തക്ബീർ കെട്ടി തുടർച്ചയായിട്ട് 3-4 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിയ ഇമാമിൻ്റെ മുമ്പിൽ നിസ്കരിക്കേണ്ടി വന്നിട്ട് അവസാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കട് ഓതേണ്ടി വന്നു എന്ന് അൽ-ഇസ്ലാഹ് എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ മൗലവിയുണ്ട്, മുജാഹിദ് മൗലവി. അവിടെ പുളിക്കൽ മദീനത്തുൽ ഉലൂം കോളേജിൽ വെച്ച് നടന്നൊരു പ്രമുഖൻ്റെ മയ്യത്ത് നിസ്കാരം ഈ പറഞ്ഞ മാതിരി കുളിപ്പിച്ചു കൊണ്ടുവന്നു മൂത്ത മോനെ. ഓ പക്കാ നാടനാ, ഒരു വിവരമില്ല. അങ്ങനെയാണല്ലോ ഓല മസ്സല. ഇമാമുന്നു ഇമാമിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ തക്ബീർ കിട്ടി. പിന്നെ മൂപ്പര് അപ്പം തന്നെ അല്ലാഹു അക്ബർ. മൂപ്പര വിചാരത് വലിയൊരുന്നാളാണ്. പാപ്പാങ്ങനെ വലിയൊരുന്നാളിന് കടന്നുറങ്ങാൻ മൂപ്പര വിചാരം. പിന്നെ അല്ലാഹു അക്ബർ. പിന്നെ 4-മത്തെ അല്ലാഹു അക്ബർ എത്തിയപ്പോഴേ പിരിഞ്ഞു പോകേണ്ട ബാക്കിലുള്ളവർക്ക് ആ ചങ്ങായി ഉറക്കോ, ഈ മൗലവി ഉറക്കോ ഇത്ര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഓന് റൂട്ട് വെച്ച് ഓന് അയിമങ്കാന കൂടി. അയാൾ അതല്ല പറയണത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉണ്ടോ ഒഞ്ഞ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട്. കാരണം നിസ്കാരം മുടക്കിയില്ല ഇയാൾ ഫാത്തിഹ ഉറക്കം ഓതിയാണ്ട്. ഇതാണ് ഇമാമത്തിന്റെ കോലം, ഇതാണ് ഇമാമത്തിന്റെ കോലം. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ പറഞ്ഞ ചങ്ങയുണ്ട് നിസ്കാരത്തിന്. അത്തഹിയ്യാത്തോതിയുണ്ട്. അവസാനത്തെ ആ അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു. കുറച്ച് വാപ്പ മരിച്ച പേടിയൊക്കെ ഉണ്ടാവും, മൈക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും, എല്ലാവരും കേൾക്കും. അവസാനത്തെ തക്ബീറും കെട്ടിയിട്ട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു. വാപ്പാൻ്റെ മേത്തേക്ക് തട്ടുന്ന എഴുതിയിട്ട്, അല്ലെങ്കിൽ ഊരക്കൊരു ചവിട്ടട് കൊടുക്കണം. ഇത് വരാതിരിക്കാൻ ഒരെണ്ണത്തിനെ മുത്താലിമാക്കുക.
ഇപ്പം മുത്തല്ലിമാക ആലിമാറിന് അത്ര മോശം പരിപാടിയൊന്നുമല്ല. 3 ഡിഗ്രിയും 2 PG-യും B.Ed.ഉം PhD-യും ഒക്കെ ഉള്ള എത്ര ഉസ്താദുമാരും മൗലവികളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൂടി റെഗുലർ കോളേജിലേക്ക് പഠിക്കാൻ പോയ ആൾക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല. സമരം ചെയ്ത് നടന്നിട്ടുണ്ടാവും. ഗ്രാമർ അറിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല. ഇതൊക്കെ അറിയുന്ന മൗലവികൾ 2-3 ഡിഗ്രി നേടിയവർ, B.Ed കഴിഞ്ഞവർ, ഹാഫിളായി സക്കാഫിയായി 3 ഡിഗ്രി ഉണ്ട്. പിന്നെ ഇനി PhD-യുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ചിലവർ PhD കഴിഞ്ഞിരിക്കുന്നു. പല ആളുകൾക്കും നെറ്റും സെറ്റും ഒക്കെ കിട്ടിയിരിക്കുന്നു. JRF വളരെ മനോഹരമായി കിട്ടിയിരിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് പോലും വലിയ സാമ്പത്തിക സഹായത്തോടു കൂടെ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ എത്ര ഉണ്ട്. അപ്പോൾ മുത്തല്ലിമാറിനെപ്പോൾ ഒരു മോശം പരിപാടി ഒന്നുമല്ല, ഒന്നും മോശമല്ല, ഇപ്പം തീരെയല്ല. ഒരെണ്ണം അങ്ങനത്തതുണ്ടായാൽ നമ്മുടെ മരണത്തിന് ശേഷം സഹോദരന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ തല്ലും വെക്കാനുണ്ടാവുമ്പോൾ ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവും. വല്ലാതെ മക്കൾ പൊളച്ച് കുടുംബത്തെ പറയിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതടാന്ന് പറയാം, മൂലേരാപ്പുണ്ടാവും. ആത്യന്തികമായി നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ടേ കൽബ് പൊട്ടിയിട്ട് ദ്വേർക്കാൻ ഒരെണ്ണം നമ്മുടെ തിരുശേഷിപ്പിലുണ്ടാകും. മറ്റേ തിരിഞ്ഞു നോക്കൂല. ചെന്നാൽ തന്നെ അവിടെ അങ്ങനെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പുല്ലും പൊന്തൊക്കെ ഉണ്ടല്ലോ പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരും. അപ്പൊ ദർസിനെ നമ്മൾ സ്നേഹിക്കണം, മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു മോനെ മുത്തല്ലിമായിട്ട് കൂടെ നമ്മൾ സ്നേഹിക്കണം, മുത്തല്ലിമാക്കിയിട്ട് സ്നേഹിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളുടെ വളരെ വിപുലമായ മത്സര പരിപാടികളൊക്കെ നടത്തുന്ന ഒരു വേദിയാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തിനാണ് സാഹിത്യം, എന്തിനാ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ? ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. ആ ഒരർത്ഥത്തിൽ അവരെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, സ്നേഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ദീനിൻ്റെ ഖാദിമീങ്ങളായി അള്ളാഹു വളർത്തി തെരുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് സന്തോഷം മാത്രം കാണുന്ന ഈമാനുള്ള മക്കളെ നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നനയാണെങ്കിൽ, പരീക്ഷ കഴിഞ്ഞു, സക്കാഫി കോഴ്സിൽ 1ാം റാങ്ക് അവർക്കാണ്, ഒതുക്കുങ്ങൽ കോളേജിൽ നിന്ന് 1ാം റാങ്ക് മോനാണെന്ന് പറഞ്ഞ് വിളി കേട്ടിട്ടായിരിക്കണം നമ്മുടെ കണ്ണ് നനയേണ്ടത്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ഇൽമു നൽകണേ റഹ്മാനെ. അജയരെ ഈ ഓവാൽ വീണ് കിടക്കുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങളങ്ങോട്ട് വിടട്ടെ എന്നുള്ള കോള് ഞങ്ങളുടെ ഫോണിലേക്ക് നീ വരുത്തരുത് റഹ്മാനെ. പടച്ച റബ്ബേ, കുടുംബത്തെ ഏറ്റവും കൂടുതൽ ഇസ്സത്ത് നിലനിർത്തുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റിത്തരണേ തമ്പുരാനെ. അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭൗതികമായ വിവിധങ്ങളായ സമ്മർദ്ദങ്ങൾ എല്ലാം അതിജയിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. വിവിധങ്ങളായ കോളേജുകളിൽ, ക്യാമ്പസുകളിൽ പഠിക്കുന്നവരായിരിക്കും ഞങ്ങളുടെ മക്കൾ. ബുദ്ധി വർദ്ധിപ്പിക്കണേ തമ്പുരാനെ, അഖല് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ, ഇസ്സത്തും ഇഫത്തും നൽകണേ റഹ്മാനെ. പഠനത്തിൽ നല്ല ശ്രദ്ധ നൽകണേ തമ്പുരാനെ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അവരെയും ഞങ്ങളെയും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഡിഗ്രി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലവിധ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. SSLC പരീക്ഷ പടിവാതിൽ എത്തിക്കഴിഞ്ഞു. പടച്ച റബ്ബേ, ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങൾ മക്കൾക്കൊക്കെ ഉയർന്ന വിജയം നൽകണേ റഹ്മാനെ. അവരുടെ ഉയർന്ന ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മതപരമായും ഭൗതികമായുമുള്ള അവരുടെ മുന്നേറ്റം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുത്തല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ, ഈ നാട്ടിലെ ഉമ്മമാർ, സഹോദരിമാർ, പടച്ച റബ്ബേ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ ദർസ് കൊണ്ട് വൈജ്ഞാനികമായ ഉപകാരം സിദ്ധിക്കാൻ ഈ നാട്ടുകാർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദർസിനെയും ഉസ്താദുമാരെയും നീ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ. ധാരാളം ദീനീ ഖിദ്മത്തിനുള്ള അവസരങ്ങൾ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. പടച്ച റബ്ബേ, അവരെയും ഞങ്ങളെയും ഹബീബായ നബിതങ്ങളുടെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ادخلنا وإياهم الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.